عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സൂറത്തുൽ ആലു ഇമ്രാനിലെ 33-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് നമ്മളത് മനസ്സിലാക്കാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. إن الله اصطفى آدم ونوحا وآل إبراهيم وآل عمران على العالمين. ഇവിടെ ആല് ഇമ്രാൻ എന്നാണ് ഈ സൂറത്തിൻ്റെ തന്നെ പേര്. സാധാരണ നമ്മൾ ആല് ഇമ്രാൻ എന്ന് കേൾക്കുമ്പോൾ ഇമ്രാൻ ഒരു നബി ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുക. മൂസ നബിയുടെയും ഹാറൂൻ നബിയുടെയും ഒക്കെ പിതാവായ ഇമ്രാനെ പറ്റിയാണ് എന്നാണ് നമ്മൾ വിചാരിക്കുക. സ്വാഭാവികമായിട്ടും അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വരും. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല. ഇവിടെ നമ്മൾ ചരിത്രം കുറച്ച് ഇത് അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ കാര്യങ്ങൾ ചിലപ്പോൾ ചിലർക്ക് ധാരണ ഉണ്ടാവില്ല. ഈസ അലൈഹിസ്സലാമിനെ നമുക്കറിയാം. ഈസ അലൈഹിസ്സലാമിൻ്റെ ഉമ്മയാണ് മറിയം. ഈസ അലൈഹിസ്സലാമിന് ഉപ്പ ഇല്ല. അപ്പോൾ അത് ചരിത്രപരമായിട്ട് നമുക്കറിയാം. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ ഉപ്പയില്ലാതെ ജന്മം കൊണ്ട രണ്ട് മനുഷ്യന്മാരാണ് ഉള്ളത്. ഒന്ന് ആദം അലൈഹിസ്സലാം ആണെങ്കിൽ രണ്ട് ഈസ നബിയാണ്. അള്ളാഹു തന്നെ നേരിട്ട് മറിയം ബീവിയെ ഗർഭം അതായത് റൂഹിനെ ആത്മാവിനെ സന്നിവേശിപ്പിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ അള്ളാഹുവിന് കഴിവ് ഇല്ലാത്ത ഒരു വിഷയമല്ല അതും എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ്. ഒരാണിൻ്റെ തന്നെ സ്പർശനം ഉണ്ടായാൽ മാത്രമേ, ആണ് വിചാരിച്ചാൽ മാത്രമേ കുഞ്ഞുണ്ടാകൂ എന്നതിന് തിരുത്തപ്പെടേണ്ടതുണ്ട്. അതല്ലാത്ത വഴിയിലും അള്ളാഹുവിന് അതൊക്കെ സാധ്യമാണ്. അള്ളാഹുവിന് സാധിക്കാത്തതൊന്നുമില്ല എന്നതും പിന്നെ ആ കാലഘട്ടത്തിൽ നടമാടിയിരുന്ന ചില അബദ്ധ ധാരണകളെയൊക്കെ ഇല്ലായ്മ ചെയ്യാനും അതുപോലെ ഒരു മുഅ്ജിസത്തുമായിട്ട് ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച പ്രവാചകനാണ് ഈസ അലൈഹിസ്സലാം. അപ്പോൾ ആ ഒരു ചെറിയ ചരിത്രത്തിലേക്ക് നമ്മൾ വരണം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഈ ഒരു ആയത്തിൻ്റെ അർത്ഥം നമ്മളൊന്ന് പറഞ്ഞു. ഇന്നല്ലാഹ് തീർച്ചയായും അല്ലാഹു ഉസ്തഫ തിരഞ്ഞെടുത്തിരിക്കുന്നു ആദം അലൈഹിസ്സലാമിനെ, നൂഹ് നബിയെ, ആലു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കുടുംബ പരമ്പര, സന്താന പരമ്പര, ആ പരമ്പരയെ നമ്മൾ കാണണം. ഇബ്രാഹിം നബിനെ മാത്രം പോരാ, ഇസ്മായിൽ അലൈഹിസ്സലാം, അതുപോലെ പ്രവാചക പരമ്പരയിൽ വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊരു പരമ്പരയാണ്. ആലു ഇമ്രാൻ എന്ന് പറയുമ്പോൾ ചില മുഫസ്സിരീങ്ങളുടെ അഭിപ്രായത്തിൽ മൂസ അലൈഹിസ്സലാമിൻ്റെയും ഹാറൂൻ നബിയുടെയും ഉപ്പയുടെ മാത്രമല്ല, അതിന് മുമ്പും പല പ്രവാചകന്മാർ ആ പരമ്പരയ്ക്ക് നമ്മൾ തങ്ങൾ കുടുംബം എന്നൊക്കെ മലയാളത്തിൽ കേരളത്തിൽ പറയുന്ന പോലെ പ്രവാചക പരമ്പരയിലുള്ള ആ പരമ്പരയെ അങ്ങനെ വിളിക്കപ്പെടാറുണ്ടായിരുന്നു. ആ പരമ്പരയ്ക്ക് ആലു ഇമ്രാൻ എന്ന് പറയും. ഒരു ഇമ്രാൻ കുടുംബം എന്ന് വെച്ചാൽ ബനി ഇസ്രായേൽ എന്ന്, ഇസ്രായേലിൻ്റെ മക്കൾ എന്ന് പറയുന്ന അതേപോലെയുള്ള ഒരു പ്രയോഗമായിട്ട് കൂടി ഇതിനെ കാണേണ്ടതുണ്ട്. അലൽ ആലമീൻ, അപ്പോൾ അവരെ ഉയർത്തുകയും ലോക ജനതയ്ക്ക് പ്രത്യേകമായിട്ട് അവരെ പരിഗണിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന കാര്യം അള്ളാഹു പറയുമ്പോൾ നമുക്ക് ആ പരമ്പരയിലേക്ക് ഒന്ന് വരണം. അതിനു മുമ്പ് നമുക്ക് ഫലസ്തീനിലേക്കൊന്ന് പോകാം. കാരണം ഫലസ്തീനിലാണ് ഈ മറിയം ബീവി ആയാലും സക്കരിയ നബിയെ, അതുപോലെ തന്നെ യഹ്യ നബി, സക്കരിയ നബിയുടെ മോനാണ്, പ്രവാചകനാണ്. എന്നാൽ സക്കരിയ നബിയുടെ ആരാണ് മറിയം ബീവിന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല. യഥാർത്ഥത്തിൽ സക്കരിയ നബിയുടെ ആരുമല്ല യഥാർത്ഥത്തിൽ പരമ്പരയിലല്ല ആര് വരുന്നത്, മറിയം ബീവി. എന്നാൽ സക്കരിയ നബിക്ക് കുറേ പ്രത്യേകതകളുണ്ട്. ഇത് നമ്മൾ തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാനാണ് പല കാര്യങ്ങളും നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. സക്കരിയ നബിയുടെ മറിയം ബീവിയുടെ ഉമ്മയാണ് ഹന്ന. മറിയം ബീവിയുടെ ഉമ്മയായിട്ടുള്ള ഹന്നയുടെ ഭർത്താവാണ് ഇമ്രാൻ. അപ്പോൾ ആ ഇമ്രാനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇമ്രാൻ ഒരു നബിയല്ല, റഹിമഹുല്ലാഹ് നല്ലൊരു വ്യക്തിയായിരുന്നു. ഇവരാരും അറബികളല്ല, അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇവരൊന്നും അറബികളല്ല. അപ്പോൾ അറബ് ഭാഷയ്ക്ക് ഇവിടെ പ്രസക്തിയേ ഇല്ല. ഈ പ്രവാചകന്മാരുടെ ഇടയിൽ അവർ അരാമിക് ഭാഷ സംസാരിക്കുന്നവരാണ്. ബൈബിൾ അഥവാ ഇന്നത്തെ ബൈബിളില്ലേ, ക്രിസ്ത്യാനികളുടെ ബൈബിൾ, ആ ബൈബിളിന് മുമ്പ് തന്നെ അത് സംസാരിക്കപ്പെട്ട ഭാഷ അരാമിക്കിലാണ്. അത് പിന്നീട് ഗ്രീക്ക്, അന്നത്തെ റോമൻ വലിയ സാമ്രാജ്യങ്ങളുടെയൊക്കെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഗ്രീക്ക് ഭാഷയിലേക്കാണ് അത് ആദ്യമായിട്ട് അരാമിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പിന്നീട് അത് അങ്ങനെ പല ഭാഷയിലും ഹിബ്രു ഭാഷ അതുപോലെ തന്നെ
പല ഭാഷകളിലേക്ക്. ഈ അരാമിക് ഭാഷയിൽ പിന്നെ ലിപി ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അങ്ങനെ അവരുടെ സംസാരം ഈ ഹീബ്രു ആയാലും അരാമിക് ആയാലും ഇത് അറബിയോട് തന്നെ കുറച്ചൊക്കെ ചേർന്നു. ഇപ്പോൾ നമ്മൾ പറയില്ല അബ്രഹാം, ഇബ്രാഹിം അല്ലേ, അവർ പറയുന്ന അബ്രഹാം. അപ്പോൾ ഈ അബ്രഹാം എന്നുള്ള വാക്ക് വരുന്നത് അത് ഹീബ്രു ഭാഷയിൽ നിന്ന് വരുന്നു. അതുപോലെ തന്നെ പിന്നെ ഇതൊക്കെ സെമിറ്റിക് ഭാഷകളിൽ പെട്ട. അപ്പോൾ ഭാഷാപരമായിട്ടുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അത് അവരൊന്നും അറബികളായിരുന്നില്ല. പിന്നീട് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ആലു ഇമ്രാൻ ഇവിടെ പറയുന്നില്ലേ, ആലു ഇമ്രാനെ പറഞ്ഞ പോലെ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരയിൽ വെച്ചിട്ട് അങ്ങനെ മക്കയിലേക്ക് വരുന്ന കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. ആ കഥയിൽ വരുന്ന ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ പരമ്പരയിലാണ് ഇന്നത്തെ GCC കൺട്രീസും. നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്നത്തെ ഈ ലോകത്തിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ഇങ്ങനെ പരന്നു കിടക്കുന്ന ഈ 57 രാജ്യങ്ങൾ അടങ്ങുന്ന ഇത് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മകനായിട്ടുള്ള ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരയിലാണ്. അതിൽ പൂത്ത മുസ്ലിം സമൂഹം ഇപ്പുറത്തേക്ക് വരികയാണ് ആലു ഇമ്രാൻ്റെ പരമ്പരയിൽ പൂത്ത അതിൽ നിന്ന് വ്യാപിച്ച യൂറോപ്പ് മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഈ വിശാലമായ, നമ്മളിപ്പോൾ പറയുന്ന ഇറ്റലി ആവട്ടെ, അതുപോലെ തന്നെ ഫ്രാൻസ് ആവട്ടെ, ജർമ്മനി ആവട്ടെ, റഷ്യ ആവട്ടെ, അങ്ങനെ ആ ഒരു പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള ഇങ്ങോട്ടും നമ്മുടെ നാട്ടിലും ക്രിസ്ത്യാനികളുണ്ടല്ലോ, അല്ല നമ്മുടെ നാട്ടിലും മുസ്ലിങ്ങളുണ്ടല്ലോ, ഇങ്ങനെ ലോകത്ത് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2 മതദർശനങ്ങളുടെ പരമ്പര പൂത്ത 2 വഴികൾ, 2 പുഴയായിട്ട് അതിങ്ങനെ പിന്നെ നമ്മുടെ നാട്ടിൽ, എൻ്റെ നാട്ടിൽ കോഴിക്കോട് ഇരുവഴിഞ്ഞി എന്ന് പറഞ്ഞിട്ട് 2 പുഴകൾ 2 വഴി ഇങ്ങനെ വന്നിട്ട് ഒന്നായി ചേരുകയാണ്. എന്നാൽ ഈ 2 പുഴ വന്ന് ഒന്നായി ചേർന്ന് ഇരുവഴിഞ്ഞി എന്ന് പറയുന്നത്, ഇവിടെ ഒരു പുഴ വന്നിട്ട് 2ആയി പിന്നെ പിരിയുന്നത് പോലെ ആലു ഇമ്രാൻ്റെയും ആലു ഇബ്രാഹിമിൻ്റെയും മാഷാ അല്ലാഹ് ഇത് വലിയൊരു അറിവാണ് കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പം ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ മത അനുയായികളുള്ള 2 പ്രബല വിഭാഗമായിട്ട് ആലു ഇമ്രാൻ്റെ പരമ്പരയും ആലു ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പരമ്പരയും വഴിമാറി നിൽക്കുന്നു. അത് ഈ പരമ്പരകളൊക്കെ ഒന്നാണ് വന്നത് ആദം അലൈഹി സ്വലാമിൻ്റെ, നൂഹ അലൈഹി സ്വലാമിൻ്റെ ആ ആദമ വ നൂഹ പരമ്പരയിൽ നിന്ന് ആലു ഇബ്രാഹിമിലൂടെ ആലു ഇമ്രാനിലൂടെ അവരെ ഉന്നതരാക്കി മാറ്റി അതിൻ്റെ സന്താന പരമ്പരയിൽ പെട്ട കണ്ണിയായി നമ്മളും ചേർന്നിരിക്കുകയാണ്. നമ്മൾ ഖുർആൻ ചർച്ച ചെയ്യുമ്പോൾ നമ്മളതിലേക്ക് ചേർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഫലസ്തീനിലേക്ക് പോകാം. ഫലസ്തീൻ എന്ന് പറയുന്നത് ഒരുപാട് ആദിപുരാതനമായ കാലഘട്ടത്തിൽ ഒരു നാഗരികതയുടെ ചരിത്രം ഫലസ്തീനെ പറയുന്നുണ്ട്. ജെറൂസലം എന്ന് പറയുന്ന പുണ്യഭൂമി. അപ്പോൾ ഇതൊക്കെ പലതും അറബ് ഭാഷയിലാണ്. അറബ് ഭാഷ സംസാരിക്കുന്നവർ അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ബനി ഇസ്രായേലും അതുപോലെ ഇസ്രായേൽ എന്ന രാജ്യവും ആ രാജ്യത്തെ പറ്റി അവകാശപ്പെടുന്ന അവർക്കതിന് ചരിത്രപരമായിട്ടുള്ള ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറയാം. ചരിത്രപരമായിട്ട് അവർക്കും അവകാശമുണ്ട്. അതെന്താ വെച്ചാൽ ആലു ഇമ്രാൻ്റെ ആളുകൾക്കും പിന്നെ അതുപോലെ തന്നെ അറബികളെ മാത്രം കുത്തകയാക്കി അത് വെക്കാൻ പാടില്ല. കാരണം അത് ചരിത്രം അറിവും നമ്മൾ പലരും സംസാരിക്കുന്ന അറബികളുടെയാണ് ഫലസ്തീൻ എന്ന് പറഞ്ഞ് അങ്ങനെ വാദിക്കേണ്ടതില്ല. അവിടെ ഈ റോമും എംപയറും അതുപോലെ പേർഷ്യയും ഒക്കെ അവിടെ ജീവിച്ചിരുന്നവരാണ്. ഹീബ്രു ഭാഷ സംസാരിക്കുന്നത്, അരാമിക് ഭാഷ അവരുടെയും മണ്ണാണ്. അപ്പോൾ പിന്നെ പ്രപഞ്ചത്തിലൊരു മണ്ണ് ഇന്ന ആളുടേതാണ് ഇന്ന വംശത്തിൻ്റെയാണെന്നും പറയാനും പറ്റത്തില്ല. അതൊക്കെ വെച്ചിട്ടും നമ്മൾ ഒരിക്കലും അങ്ങനെ അറബികളുടെ മാത്രമാണ് എന്ന് നമ്മൾ പറയാം. അവിടെ മെജോറിറ്റി അറബികളുണ്ടാവാം. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ചരിത്രത്തിലേക്ക് പോകണം. ഈ ചരിത്രത്തിൽ വന്ന ഈ പ്രവാചകന്മാരിൽ നമ്മുടെ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മുടെ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ള 25 പ്രവാചകന്മാരിൽ 3 പ്രവാചകന്മാർ മാത്രമാണ് അറബികളായിട്ടുള്ളത്. ബാക്കി മുഴുവനും ഹീബ്രു, അരാമിക്, വേറെ മറ്റ് പല ഭാഷകളും പിന്നെ സെമിറ്റിക് ഭാഷകളിലൊക്കെ പല ഭാഷകളും സംസാരിക്കുന്ന പ്രവാചകന്മാരാണ്. അപ്പോൾ 3-ൽ 4-മനായിട്ട് ഇനി നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഇസ്മായിൽ അലൈഹി സ്വലാമിനെയാണ്. അത് തന്നെ ഇസ്മായിൽ അലൈഹി ഹീബ്രു ഭാഷയിലാണ് ജനിച്ചത്. പിന്നീട് വന്ന് അറബി പഠിച്ച് മക്കയിൽ വന്നിട്ട് അങ്ങനെ അറബിയായിട്ട് മാറിയതാണ്. അതും നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കണം, ഇബ്രാഹിം അലൈഹി സ്വലാം ഫലസ്തീനിലേക്ക് പലായനം ചെയ്ത് നമ്മൾ ഓർക്കുന്നുണ്ട് ആ ചരിത്രത്തിൽ. ലൂത്ത് അലൈഹിസ്സലാം അപ്പോൾ ലൂത്ത് അലൈഹിസ്സലാം ഇവിടെ ഫലസ്തീനിലേക്ക് വന്നു. യാക്കൂബ് നബി, അതുപോലെ യൂസുഫ് നബി, ഇവരൊക്കെ ഫലസ്തീനിലേക്ക് വന്നവരാണ്. മൂസ അലൈഹിസ്സലാം പിന്നീട് യാത്ര ചെയ്ത് ഫലസ്തീനിലേക്ക് എത്തുന്നത്. വാഗ്ദത്ത ഭൂമി എന്ന് പറഞ്ഞാൽ അത് ഓഫറിന് വേണ്ടിയിട്ട് മൂസ അലൈഹിസ്സലാമിൻ്റെ ജനത ഫിർഔൻ എന്ന് പറയുന്ന അതികിരാതനായ ലോക ചരിത്രത്തിൽ ഏറ്റവും പിന്നെ വൃത്തികെട്ട ഭരണാധികാരിയായിരുന്ന ആ വൃത്തികെട്ട മനുഷ്യൻ്റെ അല്ലേ, ഫിറൗൻ വരെ പറയുന്നില്ലേ ലാസ്റ്റ് ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ച് മരിക്കണ സമയത്ത് അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ, കർമ്മ നന്നാവത് അവസാനമായിട്ട് നന്നായിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഏതായാലും അവർക്ക് വാഗ്ദാനം ചെയ്ത ഭൂമിയാണ് ഏത്, ഫിറഔൻ്റെ മക്കൾ
അല്ല, ഫിറോവിൻ്റെ അല്ല, ഫറോവയുടെ കാലഘട്ടത്തിലെ ബനി ഇസ്രായേൽ എന്ന് പറയുന്ന മൂസ അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് കൂടി വാഗ്ദാനം ചെയ്യപ്പെട്ട മണ്ണാണ് ഫലസ്തീൻ അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നതിനെ നിങ്ങൾ അംഗീകരിക്കില്ലേ? കാരണം മുസ്ലിങ്ങളുടെ മാത്രം കുത്തകയാണ് ഫലസ്തീൻ, എല്ലാവരുടേതാണ് ഫലസ്തീൻ, എല്ലാവരുടേതാണ്. അത് ഒരിക്കലും അറബികളുടെ കുത്തകയാക്കാനും പാടില്ല, അത് ഇസ്രായേലിൻ്റെ കുത്തകയാക്കാനും പാടില്ല. എല്ലാവരും അവിടെ സമാധാനത്തോടെ ജീവിക്കാവുണ്ട്. മിഡിൽ ഈസ്റ്റിലാവട്ടെ, അവിടെയൊക്കെ സമാധാനവും ശാന്തിയും അവിടെ എല്ലാവരും ജീവിക്കണം. ഒരിക്കലും ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ഒരു ഇസ്ലാമിക് കൺട്രി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു രാജ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്ത് ഉണ്ടാക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറ്റാത്തതുകൊണ്ടല്ലോ നബിക്ക് മദീനത്ത് വന്ന് എല്ലാവരും മുസ്ലിങ്ങളാണ്, ബാക്കിയുള്ളവരെ കൂടെ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാഷിസ്റ്റ് ചിന്താഗതിയിലേക്ക് വരായിരുന്നല്ലോ. നബി അത് ചെയ്തിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് ചെയ്യാഞ്ഞത്? അങ്ങനെ ഇസ്ലാമിൽ പാടില്ലാത്തതുകൊണ്ടാണ്. അവിടെ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, ജൂതന്മാരുണ്ടായിരുന്ന ബഹുസ്വര മതേതരത്വ ജനാധിപത്യ രാജ്യമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ഉണ്ടാക്കിയത്. അവരുമായിട്ട് കൃത്യമായ ധാരണയുണ്ടാക്കി, കരാറെഴുതി, MOU ഉണ്ടാക്കിയിട്ടാണ്. ഇതൊന്നും അറിയാത്ത വിവരക്കേടുള്ള ആളുകളാണ് ഈ തീവ്രവാദം, ഭീകരവാദം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അത് വിവരക്കേടെന്നാണ് പല കാര്യങ്ങളും ഉണ്ടാകുന്നത്, ജഹാലത്ത് നിന്നാണ് പലതും ഉണ്ടാകുന്നത്, മനസ്സിലാക്കണം. അപ്പം ഇനിയുള്ള ആയത്തുകൾ നമുക്ക് ഈ ചരിത്ര ബോധമില്ലാതെ നമ്മൾ ഓതിക്കഴിഞ്ഞാലും പഠിച്ചാലും നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നത്. മൂസ അലൈഹി സ്വലാം, പിന്നെ അതുപോലെ തന്നെ നൂഹ അലൈഹി സ്വലാമിൻ്റെ പരമ്പരയിൽ വന്ന ദാവൂദ് അലൈഹിസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാം, ഇലിയാസ് നബി, ഇസ്ഹാഖ് നബി, ഇസ്മായിൽ നബി, ആ പരമ്പരയൊക്കെ ഫലസ്തീനിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. സക്കരിയ നബി, പിന്നെ യഹിയ നബിയും ഈസാ നബിയും സമകാലികരാണ്, ഒരേ സമയത്ത് തന്നെയാണ്, ചെറിയൊരു മാസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, യഹിയ നബിയാണ് ആദ്യം ഉണ്ടായത്, ഈ സക്കരിയ നബിയുടെ. അപ്പോൾ യഹിയ നബി ഉണ്ടാവാൻ ഒരു കഥയുണ്ട്. ഈ സക്കരിയ നബി ഫലസ്തീനിൽ ജീവിച്ചിരുന്ന ബൈത്തുൽ മുഖദ്ദിസിൻ്റെ നമ്മുടെ ബൈത്തുൽ മുഖദ്ദിസിൻ്റെ അതായിരുന്നു ഖിബ്ല ആദ്യത്തെ കഅബ ഷരീഫ്. ആ സമയത്ത് കഅബ ഷരീഫ് പിന്നെ വരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ഇബ്രാഹിം അലൈഹിസ്സലാം അത് ഉയർത്തിയെങ്കിലും അത് കാലാന്തരത്തിൽ അത് നഷ്ടപ്പെടുന്നുണ്ട്. കാണാൻ പോലും പറ്റാത്ത രീതിയിൽ അതില്ലാതെ ആയി പോകുന്നുണ്ട്. പിന്നെ മാത്രമല്ല, പിന്നീട് അവിടെ വിഗ്രഹവൽക്കരിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും തൗഹീദൊക്കെ അവിടുന്ന് പോയിട്ടുണ്ട് മക്കയിൽ നിന്ന്. കാരണം അവിടെ അത്രയും ബഹുഭൂരിപക്ഷം അറബികളും ഈ ഖുറാഫാത്തിലും അതുപോലെ ഷിർക്കിലും ഇങ്ങനെ അഭിരമിച്ച് നിൽക്കുന്ന ഒരു കാലമായിരുന്നു. ഏതായാലും യഹ്യ അലൈഹിസ്സലാമിൻ്റെ ജന്മത്തിനെ പറ്റി ഒന്ന് പറയുകയാണ്. എന്നിട്ട് നമുക്ക് ഈസാ നബിയുടെ ജന്മത്തെ പറ്റി പറയാം. കാരണം ഇനി അങ്ങോട്ടുള്ളതൊക്കെ ഇത് ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പം പറഞ്ഞു, ആല് ഇമ്രാൻ എന്ന് പറഞ്ഞാൽ മൂസാ നബിയുടെയും ഹാറൂൻ്റെയും ഉപ്പ ഇമ്രാൻ അല്ല, പ്രവാചകൻ പരമ്പരയിൽപ്പെട്ട ആരുമല്ല, മറിയം ബീവിയുടെ ഉമ്മ ഹന്നയുടെ ഭർത്താവായ ഇമ്രാനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ആല ഇമ്രാൻ, അതും ആ പരമ്പരയാണ് പറയുന്നത്. ഒരു വാപ്പ എന്നുള്ളതിലപ്പുറം ആ ഒരു പരമ്പര, ആല ഇമ്രാൻ, ആ പരമ്പരയിൽ ഹന്നത്തിനൊരു നേർച്ചയുണ്ടായിരുന്നു. ഹന്നത്ത് എന്ന് പറഞ്ഞാൽ മറിയമിൻ്റെ ഉമ്മ. ഹന്ന വളരെ വിശ്വാസി. അതായത് വിശ്വാസി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും മുസ്ലിം അല്ല, ഖുർആൻ എത്തിയിട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ ആ ചരിത്രത്തിലേക്ക് യാത്ര പോകണം, അപ്പോഴേ നമുക്കിതിൻ്റെ ശരിയായ അവസ്ഥ മനസ്സിലാവുള്ളൂ. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ് അല്ലേ, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിന് ശേഷം അവർ വലിയ വിശ്വാസികളായിട്ട് ജീവിക്കുകയാണ് ജെറൂസലമിൽ. അന്ന് ഇന്ത്യ ഉണ്ടാകണം, ലോകത്ത് പല രാജ്യങ്ങൾ, റോമ സാമ്രാജ്യമുണ്ട്, പേർഷ്യയുണ്ട്, അവിടെയൊക്കെ ക്രൈസ്തവ ദർശനം ക്രൈസ്തവതയും എത്തിയിട്ടില്ല. കാരണം ഈസാ നബി വന്നിട്ടില്ലല്ലോ, ഈസാ നബിയുടെയും ജനത. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക, മൂസ അലൈഹി സ്വലാമിൻ്റെ തൗറ മാത്രമാണ്. അത് ആകട്ടെ ഹീബ്രു ഭാഷയിലാണ്, അരാമിക്കലല്ലതാണ്, വേറൊരു ഭാഷയിൽ, വേറെ നാട്ടിൽ മൂസ അലൈഹി സ്വലാം. പക്ഷേ മൂസ അലൈഹി സ്വലാമും ഇവിടെ ഫലസ്തീനിൽ വന്നിട്ടുണ്ട്. അവർ പിന്നീട് അവസാനം അവർക്ക് ഫലസ്തീൻ വാഗ്ദത്ത ഭൂമി ലഭിക്കുന്നുണ്ട്. അപ്പം മൂസ അലൈഹി സ്വലാമിൻ്റെ അനുയായികളായ ബനി ഇസ്രായേൽ ഇങ്ങനെ ഈ റോമൻ പേർഷ്യയിലും ഒക്കെ ഇങ്ങനെ പരന്നു കിടക്കുന്ന, അല്ലെങ്കിൽ അവർ ധാരാളം യാത്ര ചെയ്യുകയും അവരുടെ സത്യപ്രബോധനമായിട്ട് നല്ല മനുഷ്യന്മാർ, അള്ളാഹുവിൻ്റെ തൗഹീദ് ഉൾക്കൊണ്ട് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മൂസ അലൈഹി സ്വലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസ റസൂലുള്ളാഹ് എന്ന് ഹീബ്രു ഭാഷയിൽ സംസാരിക്കുകയും തൗറാത്തിൻ്റെ വാഹകരാവുകയും ചെയ്ത നല്ല ഒരുപാട് മനുഷ്യന്മാർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ വഴിതെറ്റിച്ച് മദ്യം ഹറാമ് പിന്നെ ഹലാലാക്കുകയൊക്കെ ചെയ്ത് വേറൊരു വിഭാഗമുണ്ട്. അത് വേറെ കാര്യം. വഴികേടിലായ പുരോഹിതന്മാരും മതപുരോഹിതന്മാരും മതത്തെ ചൂഷണം ചെയ്യുന്നവരൊക്കെ വേറെ ഉണ്ടായത് വേറെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മൂസ അലൈഹി സ്വലാമിൻ്റെ അനുയായികളിൽപ്പെട്ടവരായിരുന്ന ആര്, ഈ ഹന്നത്തും ഇമ്രാനും അവരുടെ പരമ്പരയും ഈ സക്കരിയ നബിയൊക്കെ വളരെ നല്ല മനുഷ്യന്മാരും, അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദിസിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുകയൊക്കെ ചെയ്തിരുന്ന വലിയ നല്ലൊരു മനുഷ്യരായിരുന്നു സക്കരിയ നബിയും. നാട്ടുകാരാൽ ബഹുമാനിക്കപ്പെട്ട വ്യക്തി കൂടിയാണ്.
അപ്പോൾ ഈ ഹന്നത്തിന് ഈ സക്കരിയ ആരാന്ന് വെച്ചാൽ ഹന്നത്തിൻ്റെ പെങ്ങളുടെ ഭർത്താവാണ് സക്കരിയ. അപ്പോൾ ഇവരൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്നത്തെ ക്രൈസ്തവ ലോകം ഈ കന്യാസ്ത്രീകളെന്ന് അവരെ അധിക്ഷേപിക്കുകയല്ല, അവർക്കും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെ നമ്മളെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരൊക്കെ കല്യാണം കഴിച്ചു. സക്കരിയ നബിയുടെ ഭാര്യയാണ് ആരുടെ, പിന്നെ ഹന്നത്തിൻ്റെ പെങ്ങൾ. അവരൊക്കെ കല്യാണം കഴിച്ചിട്ടാണ് ഈ പള്ളിയിലെ ജീവിതമൊക്കെ നയിച്ചിട്ടുള്ളത്. വിവാഹം കഴിക്കാതെ ഭൗതിക വിരക്തിയല്ല അതിനൊന്നും വേണ്ടത്. ശരീരത്തിൻ്റെ വിശപ്പ് പോലെയുള്ള ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ തന്നെ അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ജീവിതം ഖുർആൻ്റെയും ഇസ്ലാമിൻ്റെയും സുന്നത്തല്ല. ഇസ്ലാമിന് അങ്ങനെ പാരമ്പര്യമില്ല. ഓക്കെ, പിന്നീട് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇനി തുടർന്ന്. അപ്പം ഈ ഇമ്രാൻ്റെ ഭാര്യ ഹന്നത്തിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ പെങ്ങളുടെ ഭർത്താവായ സക്കരിയയെ പോലെ, പ്രവാചകനായ സക്കരിയയെ പോലെ എനിക്കും ഒരു പ്രവാചകൻ എന്ന് ആഗ്രഹിച്ചില്ല, അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും നല്ല സ്വാലിഹായ, അത് ഞാൻ സ്വാലിഹായ എന്ന് പറയുമ്പോൾ പോലും അവരുടെ അരാമിക് അവരുടെ ഭാഷ അരാമിക് എന്ന് പറയുന്ന ഒരു ഭാഷ, നമുക്ക് എഴുത്ത് കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത, സംസാരം കേട്ടാൽ മലയാളമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ഭാഷയാണ് അരാമിക് ഭാഷ. ഈ ഭാഷയിൽ അവർ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹ് എന്നുള്ള പേര് പോലും അവർക്ക് പ്രസക്തമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ആലോചിച്ചു, പേരിൽ പോലുമല്ല തൗഹീദ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരൊക്കെ സ്വർഗാവകാശികളായിട്ട് ജീവിച്ച് മരണപ്പെട്ടു പോയതാണ്. പലരും അബദ്ധത, ഞാൻ സർവ്വമത സത്യവാദത്തിലൊന്നും പോകാമെന്നൊന്നും പറയല്ലേ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. അവർ അള്ളാഹുവെ വിളിച്ച് പ്രാർത്ഥിച്ചത് അള്ളാഹ് എന്ന വാക്കിലല്ല. അപ്പോൾ അവർ സ്വർഗത്തിൽ പോകും. ശരിയല്ലേ ഞാൻ പറയുന്നത്? കാരണം അറബ് ഭാഷ അവർക്കറിയില്ല, അരാമിക് ഭാഷയിലാണ്, ഇഞ്ചീലിൻ്റെ ആളുകളാണ്, തൗറാത്തിൻ്റെ ആളുകളാണ്. അവരൊക്കെ സ്വർഗപ്രവേശനം നേടിയവരാണെങ്കിൽ അവർ അറബിയിലെ അലിഫ് എന്ന അക്ഷരം പോലും ഉച്ചരിക്കാൻ പറ്റാത്ത അള്ളാഹ് എന്നുള്ള പദം അറിയാഞ്ഞിട്ടും അവർ തൗഹീദ്, ഏകദൈവ വിശ്വാസത്തിലേക്ക് മറ്റൊരു ബിംബത്തിനു മുമ്പിലും കുമ്പിടാതെ സത്യവും വിശുദ്ധിയുള്ള ജീവിതവും നയിച്ച് അവർ സ്വർഗത്ത് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പറ, അവരൊക്കെ സ്വർഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾ ചിന്തിക്കണം, കേൾക്കുന്നവർ ചിന്തിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അള്ളാഹ് ബർക്കത്ത് ചെയ്യട്ടെ അറിവിൽ. പലപ്പോഴും ജഹാലത്തിൽ നിന്ന് പല ആളുകളും പറഞ്ഞുണ്ടാക്കുന്ന കെട്ടുകഥകളൊക്കെ വിശ്വസിച്ചിട്ടാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. മറിയം അലൈഹിസ്സലാമിനെ ജനിക്കുന്നതിന് മുമ്പ് ഹന്നത്ത് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ വലിയ ആഗ്രഹമാണ് അള്ളാന്ന് ഞാൻ പറയാട്ടോ. ഒരിക്കലും ഹന്ന അങ്ങനെയല്ല പ്രാർത്ഥിച്ച, അള്ളാഹ് എന്നുള്ള പേര് തന്നെ അവർക്ക് പരിചിതമല്ല. ഓക്കെ, അള്ളാഹ് എന്നുള്ള പേര് അറബിയാണ്. അപ്പോൾ ഇവർ അരാമിക് ഭാഷയിലാണ് അവർക്ക് യഹോവ എന്നായിരിക്കാം, എനിക്കറിയില്ല, എൻ്റെ അറിവിൻ്റെ പരിമിതിയാണ്. അവരാ വിളിച്ച പദം എനിക്കറിയില്ല. പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ സെർച്ച് ചെയ്തോളൂ, പഠിച്ചോളൂ. ആ പദത്തിൽ വിളിച്ചിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവർക്ക് ഈ ഇഞ്ചീൽ വന്നിട്ടില്ല, തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തിലെ ആ ഒരു പരമ്പരയും ആ വിശ്വാസത്തിലുമാണ് അള്ളാഹുവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. മൂസ അലൈഹി സ്വലാം സംസാരിക്കുന്നു, അള്ളാഹുവോട് സംസാരിച്ച ഭാഷ മൂസ അലൈഹി സ്വലാമിൻ്റെ ഭാഷ. അങ്ങനെ അവർ മൂസ അലൈഹി സ്വലാമിൻ്റെ ഭാഷയും ഹീബ്രു, വേദഗ്രന്ഥവും ഹീബ്രുവിലായിരുന്നു. എന്നാൽ ഹീബ്രു അരാമിക്ക് ഹീബ്രുവിന് മനസ്സിലായി. ഏതുപോലെ വെച്ചാൽ മലയാളം തമിഴും പോലെ. തമിഴ്നാട്ടുകാർക്ക് മലയാളം കുരച്ച് അരിയാന്ന് പറയില്ലേ, അതുപോലെ ഹീബ്രു അരാമിക് ഭാഷയിലുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് മനസ്സിലാവും. ഇത് രണ്ടും ആവട്ടെ ഈ ഒരു മദ്രാസി ഭാഷയാണ്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന പോലെ അവർക്ക് പരസ്പരം അറിയാവുന്നത്. എന്നാൽ അറബിയോട് അതിന് സാമ്യതയുണ്ട്. അറബിയിലെ പല വാക്കുകളും പറഞ്ഞില്ലേ, ഇബ്രാഹിം, അബ്രഹാം, ആ വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈസ അലൈഹിസ്സലാമിൻ്റെ ജന്മത്തിന് മുമ്പ് നടക്കുന്ന കാര്യമാണ്. ഈസ അലൈഹിസ്സലാമിൻ്റെ ഉമ്മ മറിയം ബീവിയുടെ ജന്മത്തിന് വേണ്ടി ഹന്നത്ത് പ്രാർത്ഥിക്കുന്നത്, എനിക്കൊരു നല്ല സ്വാലിഹായൊരു എൻ്റെ മകനെ ഞാൻ എന്ത് ചെയ്യാണ്, നിൻ്റെ മാർഗത്തിൽ ദീനിൻ്റെ വഴിയിലാക്കി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാലും ജനിച്ചത് മോളാണ്. വലിയ നിരാശയാവാൻ കാരണം മകൾക്ക് ഇത് പറ്റൂല എന്നല്ല, ഒരു പ്രവാചകനായി തിരഞ്ഞെടുക്കുക എന്നുള്ളതിന് അപ്പുറം ഒരുപാട്, അതായത് സ്ത്രീകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. നമുക്കറിയാം, ശാരീരികമായ പരിമിതി, അതിന് പീരീഡ് ഉണ്ടാവും, അതുപോലെ തന്നെ മാസമുറ ഉണ്ടാവണം, അതിൻ്റെ വിഷമങ്ങൾ, ടെൻഷന്, വിഷമങ്ങൾ, ദേഷ്യം വരുന്നത് നമുക്കറിയാം. മാനസികമായ ഒരുപാട് പ്രോസസ്സിലൂടെയാണ് സ്ത്രീകൾ പോവുക. പിന്നെ സ്ത്രീ എന്ന് പറഞ്ഞാൽ അബലയാണ്. ഒരാണ് ഇപ്പോൾ രാത്രി നട്ടപ്പാതിരക്ക് പുറത്തിറങ്ങി നടക്കുന്ന പോലെ സ്ത്രീക്ക് അങ്ങനെ ഏത് നാട്ടിലായാലും അതൊക്കെ നമ്മൾ വലിയ വായിൽ പറയുന്നത് അങ്ങനെ സുരക്ഷിതമല്ല കാര്യങ്ങൾ. അപ്പം സ്ത്രീകളുടെ സഹജമായ ഇതുകൊണ്ടാണ്, അല്ലെ, സ്ത്രീ പ്രവാചകനാകാൻ പറ്റില്ല എന്നുള്ള, സ്ത്രീക്ക് സ്ത്രീയുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ഒരു കല്യാണം കഴിച്ച് പിന്നെ വീട് നോക്കണം, വീടിൻ്റെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ. അപ്പോൾ ഒരു പ്രവാചകനായി മുന്നോട്ട് വരാൻ സ്ത്രീകൾക്ക് സാധ്യമല്ല. അതാണ് അതിലെ ഒന്നാമത്തെ കാര്യം.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഹന്ന വളരെ നിരാശയായി അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. പക്ഷേ സംഭവിച്ചത് എങ്ങനെയാണോ അതുപോലെ മറിയം ബീവി വളരെ നല്ല വിശ്വസ്തയായ, നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയെ പറ്റി പറഞ്ഞ പോലെ വളരെ വിശ്വാസിയായ, സദ്വൃത്തയായ, സ്വാലിഹത്തായ, നമ്മൾ അറബിയിലാണ് പറയണമെങ്കിലും അവരുടെ ഭാഷയിൽ ഏറ്റവും നല്ല ഒരു സ്ത്രീയായിരുന്നു മറിയം. ഒരുപാട് വിശുദ്ധി, എപ്പോഴും ആരാധനകൾ കഴിച്ചു കൂട്ടുകയും പടച്ചവനെ ഓർത്തുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുകയും ധ്യാനിച്ചിരിക്കുകയും ചെയ്യുന്ന വളരെ വിശുദ്ധയായ ഒരു സ്ത്രീയാണ്. ഒരിക്കലും തെറ്റിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യാത്ത വിശുദ്ധയായ പവിത്രയായ മറിയം എന്ന് പറഞ്ഞ സൂറത്ത് തന്നെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് ചർച്ച ചെയ്യണം. ഈ ക്രൈസ്തവ സഹോദരന്മാരോട്, പ്രത്യേകിച്ച് വിശ്വാസികളായ ക്രൈസ്തവ സഹോദരന്മാരോടൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. മറിയം ബീവിയെ പറ്റി എത്ര ആദരവിൻ്റെ വാക്കുകളാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള വലിയൊരു പാരമ്പര്യത്തിൽ, വലിയ ഒരു പുണ്യ വഴിയിലാണ് മറിയം ബീവിയുടെ ജനനം. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ആ ഒരു എന്ന് മാത്രമല്ല, മറിയം ബീവി ഇനിയിപ്പോൾ തുടർന്ന് ഇനി അങ്ങോട്ട് നമുക്ക് കഥ പറയാം. അപ്പോൾ പറഞ്ഞൊന്നുകൂടെ പറയാണ്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പരയും ആൽ ഇമ്രാനും ഈ വലിയ പരമ്പരയിൽ ഇന്ന് ലോകത്ത് 21-ാം നൂറ്റാണ്ടിൽ പരന്നു കിടക്കുന്ന ക്രൈസ്തവ, ജൂത, അതും കൂടെ അത് ചേർത്ത് പറയണം, ജൂത ദർശനങ്ങളുടെ പാരമ്പര്യത്തിൽ ഉള്ള ആ പരമ്പരയെ നമ്മൾ ഉയർത്തി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളോട് പറയാണ്. എന്നിട്ട് ذُرِّيَّةً بَعْضُهَا مِنْ بَعْضٍ وَاللَّهُ سَمِيعٌ عَلِيمٌ. ഒരേ വംശപരമ്പരയിൽപ്പെട്ട, സന്താന പരമ്പരയിൽപ്പെട്ടതാണ് അവരൊക്കെ. ആരൊക്കെ? ഇന്നത്തെ ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിങ്ങളും സകല പ്രവാചകന്മാരും വന്ന് ഒരേ സന്താന പരമ്പര, ആദം അലൈഹിസ്സലാമിലൂടെ കടന്നു വന്ന് നൂഹിലൂടെ ആൽ ഇമ്രാനിലേക്കും ആൽ ഇബ്രാഹിമിലേക്കൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ലോകത്തെ മുഴുവൻ മനുഷ്യരും ഒരു രക്തമാണ്, ഒരു സത്യമാണ്. ഇത് ലോകത്തോട് വിളിച്ച് പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഹിന്ദുക്കളോ അങ്ങനെ ഒന്നും ചോദിക്കണ്ട. ഹിന്ദുക്കളോ അങ്ങനെയാ, ആദം നബിയുടെ മക്കളാ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചൈനക്കാരനും ബംഗാളിയും തമിഴ്നാട്ടുകാരനും ഒക്കെ നമ്മുടെ ആദം അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയാ. ഇത് സത്യമാണ്. ഇതാണ് വിശ്വസാഹോദര്യം, ഇതാണ് മതമൈത്രി. ഇവിടുന്നാണ് മതമൈത്രി തുടങ്ങേണ്ടത്. ഇവിടുന്നാണ് നമ്മൾ ലോകത്തോട് സ്നേഹത്തെയും സാഹോദര്യത്തെയും പറ്റിയും നമ്മൾ സംസാരിക്കേണ്ടത്. ഇവിടുന്നാണ് ലോകത്തെ മുഴുവൻ മനുഷ്യരും ഒരു മാതാപിതാക്കളുടെ മക്കളാണ്. അല്ലാതെ കുരങ്ങൻ മാറി വന്നതോ അല്ല ബിഗ് ബാങ് തിയറി ഒന്നും അല്ല സത്യം. ഇവിടെ പ്രപഞ്ചോൽപത്തിയോ അതിൻ്റെ സത്യം, ഇതാണ് യാഥാർത്ഥ്യം. ഇതാണ് ലോകത്തോട്, ഇതാണ് ലോകത്തിന് ഐക്യം ഉണ്ടാവാനും സ്നേഹം ഉണ്ടാവും. പിന്നെ വംശീയതല്ല, പിന്നെ നാഷണാലിസം എന്ന് പറയുന്ന ബ്ലണ്ടറില്ല, ദേശീയത, അന്ധമായ ദേശീയത, അല്ല എൻ്റെ വീട്, എൻ്റെ നാട്, അതൊന്നുമില്ല. ലോകം മുഴുവൻ, ലോകമേ തറവാട് തന്നെയാണല്ലോ ഹൈന്ദവ ദർശനങ്ങളും പറഞ്ഞു, ലോകമേ തറവാട്, വസുദൈവ കുടുംബകം. പക്ഷെ അതൊക്കെ അറിവില്ലാത്തവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഖുർആൻ അതുപോലെ വേദദർശനങ്ങളൊക്കെ പഠിച്ചവർക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവില്ല. അല്പജ്ഞാനികളായ മുറിവൈദ്യന്മാരാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അവരൊക്കെ ഈ മേധാവികളായി മതപുരോഹിതന്മാരുടെ കസേരയിൽ വിവരക്കേടുള്ള ആൾക്കാർ കയറുന്ന ഓരോന്നും അനുയായികളെ വിളിച്ച് പറയാം. അതാണ് ലോകത്തെ എല്ലാ കാലത്തും ഏറ്റവും വലിയ അപകടവും അതാണ്. എന്നിട്ട് ഇദ് ഖാലത് ഇംറഅതു ഇമ്രാന റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. ഇമ്രാൻ്റെ ഭാര്യ പ്രാർത്ഥിക്കുക, റബ്ബി, എൻ്റെ റബ്ബേ. അപ്പോൾ റബ്ബി എന്ന് പറഞ്ഞാൽ അറബിയിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം, അരാമിക് ഭാഷയിലാണ്. ഇന്നി നദർതു ലക ഫീ ബത്നി, എൻ്റെ ഗർഭം, ഞാൻ ഗർഭിണിയാണ്, എൻ്റെ മോനുണ്ടല്ലോ വയറ്റിൽ കിടക്കുന്ന ഈ മോനെ നിൻ്റെ മുഹററനക്ക് വേണ്ടി, നിൻ്റെ സർവീസ്, നിന്നെ സേവിക്കുന്ന നല്ലൊരു സേവകനാക്കി നീ വളർത്തണേ, ഒരു ആൺകുട്ടിയാവണേ എന്നാണ് അതിൻ്റെ ഉദ്ദേശം കൂടി. ഇനിയെല്ലാം കേൾക്കുന്നവനാണല്ലോ, കാണുന്നവനാണല്ലോ. ഫലമ്മ വദഅത്ഹാ ഖാലത് റബ്ബി ഇന്നി വദഅതുഹാ ഉൻസ വല്ലാഹു അഅലമു ബിമാ വദഅത് വലൈസ الذكر കൽഉൻസ. എന്നാൽ എന്താ സംഭവിച്ചത്? ആ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ, ഡെലിവറി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ നാഥ, ഞാൻ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയാണ്. വദഅതുഹാ ഉൻസ വല്ലാഹു അഅലമു ബിമാ വദഅത് വലൈസ الذكر കൽഉൻസ.
അപ്പോൾ അതൊരു വേദനയോടുള്ളൊരു വർത്താനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. നീ അവൾ പ്രസവിച്ച ആരെന്ന് അള്ളാഹുവിന് നന്നായി അറിയും. പെണ്ണായി പോയല്ലോ എന്ന് അവൾ പറഞ്ഞു. എന്നിട്ട് ഇന്നി സമ്മൈതുഹാ മറിയം, മറിയം എന്ന പേരിട്ടു. ഈ മറിയം എന്നുള്ള പദം പോലും മെരിയ എന്നുള്ള പദം വരുന്ന തന്നെ അരാമിക് എന്നാണ്. അരാമിക് ഭാഷയിലാണ്, അറബ് അല്ല. നമ്മളും അറബിയിലും മറിയം, ഖുറാനിൻ്റെ ഭാഷ പറയും മറിയം. വ ഇന്നി ഉഈദുഹാ ബിക വദുർരിയ്യതഹാ മിനശ് ശൈത്വാനിർ റജീം. എന്നാൽ എൻ്റെ പെണ്ണാണെങ്കിലും ഞാൻ ഇവളെയും ദീനീ സേവനത്തിന് നല്ല സദ്വൃത്തയാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്, പൈശാചികതയിൽ നിന്ന് ശപിക്കപ്പെട്ട പിശാചിൻ്റെ. അപ്പോൾ പിശാചിനെ പറ്റി ആര് ബോധേടാണ്? അവർക്കറിയാം പിശാച് ആർക്ക്. ഖുർആൻ വരുന്നതിൻ്റെ മുമ്പ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിൻ്റെ മുമ്പ്, അവിടെ ജീവിച്ചിരുന്ന ഇഞ്ചീൽ വരുന്നതിൻ്റെ മുമ്പ്, ഈസാ നബി വരുന്നതിൻ്റെ മുമ്പ് ജീവിച്ച മറിയമിനറിയാം എന്ത്? മറിയമിൻ്റെ ഉമ്മ ഹന്നക്കറിയാം എന്ത്? ഷെയ്ത്താൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതൊക്കെ തൗറാത്തിൽ പറഞ്ഞാണ്. ഇബ്ലീസിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ്. ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസനിൻ വഅൻബതഹാ നബാതൻ ഹസനൻ വകഫലഹാ സകരിയ്യ. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹു അത് സ്വീകരിച്ചു. അത് ആ പ്രാർത്ഥന അള്ളാഹ് കബൂൽ ചെയ്തു. മാത്രമല്ല ഏറ്റവും നല്ല രീതിയിൽ അവളെ വളർത്തി. മാത്രമല്ല സക്കരിയെ അവളെ സംരക്ഷകയാക്കി. അപ്പോൾ സക്കരിയ എന്ന് പറഞ്ഞാൽ, സക്കരിയെ കണ്ടിട്ടാണ് ഹന്നത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നത്, സക്കരിയെ പോലെ എനിക്കൊരു മോനുണ്ടാവണം എന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ സക്കരിയയെ തന്നെ അതിന് ചുമതല ആരേൽപ്പിച്ചു? ഹന്ന ഏൽപ്പിക്കുകയും സക്കരിയ തന്നെ പള്ളിയിൽ കൊണ്ടുപോവുകയും പിന്നെ അതുപോലെ തന്നെ പള്ളിയുടെ മിഹ്റാബിൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം സ്ത്രീകളുടെ പള്ളിപ്രവേശനം ചർച്ച ചെയ്യുന്ന എൻ്റെ പ്രിയമുള്ള വിശ്വാസികളായ കേരളത്തിൽ ഇന്നും കൂടുന്ന മലയാളികളെ ഞാനൊരു സംഘടനയെ അധിക്ഷേപിക്കുകയല്ല, നമ്മളൊന്ന് മനസ്സിലാക്കണം. കുറച്ച് കാര്യമൊക്കെ കണ്ണ് തുറന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധയായ മറിയം ബീവി മിഹ്റാബിൽ ഇഹ്റാമിൽ അവിടെ നമ്മൾ ആലോചിച്ച് ഒരു ബൈത്തുൽ മഖ്ദിസിൽ സ്ത്രീകൾക്ക് മൂസ അലൈഹിസ്സലാമിൻ്റെ അനുയായികളായ, കണ്ണ് തുറക്കണേ എൻ്റെ പ്രിയമുള്ളവരെ, ഒന്ന് കണ്ണ് തുറന്നിട്ടൊന്ന് നോക്കണം. ബൈത്തുൽ മുഖദ്ദസിലേക്ക് നോക്കണം, ഫലസ്തീനിലേക്ക് നോക്കണം. മറിയം ബീവി മിഹ്റാബിൽ ഈ സക്കരിയ നബിയുടെ കൂടെ പള്ളിയിൽ സ്ഥിരമായി പോയി പ്രാർത്ഥനാനിരതയായി ജീവിക്കുന്നവളായിരുന്നു. ആ നാട്ടുകാർ മുഴുവനും പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു, നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാനിനി മുജാഹിദാ ജമാഅത്താന്ന് പറഞ്ഞാൽ എന്നെക്കൊള്ള തിരിയരുത്. ഞാൻ സത്യങ്ങൾ പറഞ്ഞു തരികയാണ്. പറയുമ്പോൾ ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, അതുകൊണ്ട് നമ്മൾ സത്യം ഖുർആൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ആ രീതിയിൽ അതിനെ ഉൾക്കൊള്ളണം കാരണം നമ്മളിതൊന്നും മറച്ചു വെച്ചിട്ടല്ല ജീവിക്കേണ്ടത്. ഇതൊക്കെ സത്യമാണ്. അള്ളാഹിൻ്റെ ദീന് മൂസാ നബിയുടെ കാലത്തൊന്നും പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊന്നും അല്ല, എല്ലാ കാലത്തും ഒരുപോലെയാണ്. ഇന്ന് നമുക്കറിയാം GCC മുഴുവൻ, ഖത്തർ മുതൽ സൗദി വരെ ഏത് രാജ്യത്താണ് പള്ളിയിൽ സ്ത്രീകൾക്ക് വിലക്കുള്ളത്? മക്കയിലുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഒമാനിലുണ്ടോ? എല്ലായിടത്തും സൗകര്യങ്ങൾ ചെയ്തിട്ടില്ലേ? എല്ലാ അറബ് രാജ്യത്തും ഇത് ലോകത്തെ മുഴുവൻ മുസ്ലിം രാജ്യങ്ങളും നമ്മൾ കേരളത്തിൽ മാത്രം ഒരു വലിയൊരു പുക അല്ലേ? നമ്മൾ മാത്രം ഒരു വലിയ മുസ്ലിങ്ങൾ. വിവരക്കേടാണ്. എത്ര കൊല്ലം പിന്നോട്ട് കൊണ്ടുപോയിണമെന്ന് അറിയാം വിവരക്കേടിൻ്റെ ആൾക്കാർ കസേര കയറിയിരുന്നുകൊണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ ഉമ്മത്തിന് നേതൃത്വം ഖുർആൻ്റെ വെളിച്ചത്തിൽ സമുദായത്തെ നയിക്കേണ്ട ഉന്നത കസേരകളിൽ ഒരു അറിവുമില്ലാതെ വെറും സാമ്പത്തികമായ അല്ലെങ്കിൽ ചില സംഘടനയുടെ ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം അവരെ കസേര കയറ്റി ഇരുത്തിയിട്ടേ അതുകൊണ്ട് ഉമ്മത്തിനെ നൂറ്റാണ്ട് പിറകോട്ട് വരെ കൊണ്ടുപോയിട്ടുള്ള സമുദായ നേതൃത്വം. ഞാനിത് പറഞ്ഞാൽ ആർക്കൊക്കെ കൊള്ളുന്നറിയില്ല, പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇങ്ങനെ വിവരക്കേടിൽ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർ പഠിച്ചതാ ശരി, ഞാൻ പിടിച്ച പിന്നെ മുയലിന് 3 ചെവി, അതൊന്ന് വിട്ടാൽ തന്നെ 2 മനസ്സിലാവും, പക്ഷെ അത് പിടിച്ച് അവിടെ നിൽക്കുകയാണ്. ഇതുപോലുള്ള അവസ്ഥയാണ്. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ, കാക്കട്ടെ അള്ളാഹ് എന്നേ നമുക്ക് പ്രാർത്ഥിക്കാവുള്ളൂ. ഇത് ഒരു നെഗറ്റീവ് വശാട്ടോ, മലയാളികളുടെ ഒരു നെഗറ്റീവ് പറയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം മറിയം അവിടെ ഉണ്ടായിരുന്നു, എവിടെ? പള്ളിയിൽ സക്കരിയയുടെ കൂടെ
പള്ളിയിൽ മുഴുവൻ സമയവും ആരാധനയിൽ മുഴുകി. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ. അങ്ങനെ മെഹ്റാബിൽ അവളുടെ അടുത്ത് ചെന്നപ്പോഴൊക്കെ, അപ്പോൾ ആ മെഹ്റാബ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ യേശുവിൻ്റെ ഫോട്ടോ ഇല്ല അവിടെ, കാരണം യേശുവിൻ്റെ ഉമ്മയാണിത്, അവരുടെ കഥയാണ് പറയുന്നത്. ബൈത്തുൽ മുഖദ്ദസിൽ യേശു ഇല്ല. ആ പള്ളി എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ആരാധനാലയമാണ്. അവിടെ ഏകനായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും. അവിടെ ബിംബങ്ങളില്ല. അപ്പോൾ അവിടെ മിഹ്റാബുണ്ട്. അവിടുത്തെ നിസ്കാരത്തിന്, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന ആളിന് നിൽക്കാനുള്ള മിഹ്റാബിൻ്റെ ഭാഗത്ത് മറിയം ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ സക്കരിയ അവിടേക്ക് ചെല്ലുമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കാലഘട്ടത്തിൽ റോമിലും പേർഷ്യയിലുമൊക്കെ ഇസ്രായേലിൻ്റെ ജൂതന്മാരുടെ, മൂസ അലൈഹി സ്വലാമിൻ്റെ അനുയായികളുടെ പള്ളികൾ, സെനഗോഗുകൾ, പള്ളികൾ, ആ പള്ളികളിൽ ആരാധനാലയങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരൊക്കെ പോയിരുന്നു. അത് മൂസ അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അത് ഹലാലായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തെ സകല പ്രവാചകന്മാരും സ്ത്രീകൾക്കും പുരുഷനും പള്ളിയിൽ ഒരേ അധികാരമാണ് നൽകിയത്. ആ അധികാരത്തെ ആരാണ് കേരളത്തിൽ മാത്രം ഇല്ലായ്മ ചെയ്തത് എന്ന് ഒരു ചോദ്യം പണ്ഡിത ലോകത്തോട് നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചാൽ മതി. സ്ത്രീകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ പള്ളിയിൽ നിന്ന് അകറ്റിയത് ആരാണ് എന്ന് അങ്ങോട്ട് ചോദിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ചരിത്രപരമായി ഇതിന് പിൻബലമില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. വജദഹ ഇൻദഹ റിസ്ഖ, അവിടെ റിസ്ഖ്. അപ്പോൾ സക്കരിയ നബി പള്ളിയിൽ അങ്ങ് കയറി ചെല്ലുമ്പോൾ മിഹ്റാബിലുണ്ടാവും മറിയം ബീവി ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ മുഴുവൻ സമയം വളരെ സുന്ദരിയായിരുന്നു മറിയം, വളരെ ആരും നോക്കി പോകുന്ന സുന്ദരിയായിരുന്നു. മാത്രമല്ല ആ മുഖം തന്നെ ദയയുടെ, സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. അപ്പം വളരെ കെയറിങ്ങോടുകൂടി സക്കരിയ മോളെ നോക്കുകയാണ്. സ്വന്തം മോളെ പോലെയല്ല, മോളായിട്ട് വളർത്തുക. എന്നിട്ട് പോയിട്ട് ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കാനാ ചെല്ലുക. പള്ളിയിലെത്തുമ്പോൾ ഉണ്ടാവും മറിയം ബീവി അവിടെ ഇങ്ങനെ നിൽക്കണം, അതിൻ്റെ തൊട്ടടുത്ത് ഒരുപാട് ഭക്ഷണം ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ചോദിക്കും, കാലയ മറിയമു അന്നാ ലക്കി ഹാദാ, ഈ ലക്കി നിനക്കിത് എവിടുന്നാ കിട്ടിയത് മറിയം? ഇതെവിടുന്ന ഭക്ഷണമൊക്കെ ഇവിടെ വന്നത്? കാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, മാഷാ അല്ലാഹ്, ഒരു പെണ്ണിന് അള്ളാഹു നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന്, ഇത് അള്ളാഹ് തന്നതാ. അപ്പോൾ അള്ളാഹ് എന്നുള്ള വാക്ക് പോലും അല്ല അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും അരാമിക് ഭാഷയിൽ. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, തീർച്ചയായും അള്ളാഹു റിസ്ഖ് നൽകുന്നതാ. അവൻ നമ്മൾക്ക് കണക്ക് നോക്കാതെ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു റിസ്ഖ് കൊടുക്കും. അള്ളാഹുവായിട്ടടുത്ത് വിശുദ്ധ ജീവിതം നയിക്കുന്ന ആരായാലും, നിങ്ങൾ എത്ര വലിയ ഫക്കീറാണെങ്കിലും നിങ്ങളെ ജീവിതം വിശുദ്ധിയാണോ, നിങ്ങളറിയാത്ത വഴികളിലൂടെ അള്ളാഹു നിങ്ങൾക്ക് റിസ്ഖ് നൽകുമെന്നതിൻ്റെ സാക്ഷ്യം കൂടി അത്. അള്ളാഹു തരും ഭക്ഷണം, അപ്പോൾ നിങ്ങളുടെ ജീവിത വിശുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം മറിയംക്ക് ഭക്ഷണം മിഹ്റാബിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാരാണ്? അള്ളാഹുവാണ്. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ്, ഈ സക്കരിയ നബി യഥാർത്ഥത്തിൽ അള്ളാഹുൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ ബൈത്തുൽ മുഖദ്ദസിൻ്റെ സംരക്ഷകനും അവൻ്റെ പരിപാലകനൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും സക്കരിയ എനിക്ക് മക്കളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു വിഷമം, എനിക്ക് മോനെ വേണം എന്ന ഒരു പ്രാർത്ഥന എപ്പോഴും ഇങ്ങനെ നടത്താറുണ്ടായിരുന്നു. അപ്പോൾ സക്കരിയ നബി ഇത് കണ്ടപ്പം പ്രാർത്ഥിച്ചു. കാരണം അതുവരെ ഹോപ്പിൽ പ്രാർത്ഥിക്കുകയും, നമുക്കറിയില്ല, നമ്മുടെ ഇപ്പോൾ നമ്മൾ പറയും 45 വയസ്സ് കഴിഞ്ഞ് എനിക്ക് കുഞ്ഞ് കുട്ടികളുണ്ടാവും, ഞാനൊക്കെ സൈഡായില്ലേ, പ്രസവം വരെ നിർത്തി എന്നൊക്കെ പറയുന്ന പെണ്ണുങ്ങളുണ്ട്. പ്രസവം ഇല്ല, അതായത് പിരീഡ് വരെ കഴിഞ്ഞില്ലേ എന്നൊക്കെ പറയുന്ന, അങ്ങനെയൊക്കെ നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമാണ്. അള്ളാഹ് വിചാരിച്ചാൽ നടക്കാത്ത ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. അത് നമ്മൾ മനസ്സിലാവും. അപ്പോൾ ഈ ശുഭപ്രതീക്ഷയായിട്ട് നേരെ ചെല്ലുകയാണ്. സക്കരിയ നബി പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, ത്വയ്യിബായിട്ടുള്ള മക്കളെ എനിക്ക് തരണേ അല്ലാഹ്, ഇന്നക സമീഉദ് ദുആ, നീ പ്രാർത്ഥന സ്വീകരിക്കുന്ന എൻ്റെ പുന്നാര മോള്. എൻ്റെ മോള് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ സിസ്റ്ററുടെ മകള് മറിയാടെ ഭക്ഷണം വരെ നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മക്കളെ കിട്ടും എന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. ഫനാദതുൽ മലായികതു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. അപ്പോൾ യുസല്ലി ഫിൽ മിഹ്റാബ്, ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ മിഹ്റാബ് മറിയമിൻ്റെ പെരേലാന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ തഫ്സീറായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് പറഞ്ഞു. യുസല്ലി ഫിൽ മിഹ്റാബ്, നിസ്കരിക്കുന്നതിൻ്റെ ആ മിഹ്റാബിൻ്റെ അടുത്ത്
ആര്? സക്കരിയ നബി. അതിൻ്റെ അടുത്താണല്ലോ മറിയം വന്നത്. നമ്മളൊക്കെ ആലോചിക്കണം. ഇതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യാൻ പലരും വരും. അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ് വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സാലിഹീൻ. സാലിഹായിട്ടുള്ള സദ്വൃത്തനായ ഒരു സന്താനം നബിയായിട്ടുള്ള യഹ്യാ നബിയെ പറ്റിയുള്ള സന്തോഷവാർത്ത, ശുഭവാർത്ത അറിയിക്കുന്നു. ഒരിക്കലും മലക്കുകൾ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു. മിഹ്റാബിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മലക്കുകൾ സംസാരിച്ചു. അപ്പോൾ മലക്കുകൾ പ്രവാചകന്മാരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാം സംസാരിച്ചില്ല. അത് മനുഷ്യരൂപത്തിൽ വന്നിട്ടാവാം, അല്ലാതെയാവാം. പ്രവാചകന്മാരുടെ മുമ്പിൽ അവർ സംസാരിച്ചു. നമ്മുടെ അടുത്ത് മലക്കുണ്ട്, നമ്മളോട് സംസാരിക്കൂല. പക്ഷെ നമ്മളോട് സംസാരിക്കും കേട്ടോ. നമ്മൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ അർത്ഥത്തിലേക്ക് നമുക്കും വളരാൻ കഴിയും. ഇപ്പം മറിയം, ഇത് കേൾക്കുന്ന സഹോദരിമാരോട് ഒരു കാര്യം പറയട്ടെ. മറിയം ബീവി പ്രവാചകനല്ലല്ലോ, അല്ല. പക്ഷെ എന്തുകൊണ്ട് അള്ളാഹു ഭക്ഷണം വരെ കൊടുത്തു? അത് അള്ളാഹ്ക്ക് സാധിക്കും. അതുകൊണ്ട് ശുഭ പ്രതീക്ഷയോടെ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരാരും വിചാരിക്കേണ്ട ഞങ്ങൾക്കൊന്നും പ്രവാചകനാവില്ല. പക്ഷെ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ദറജ ഉയർത്താനും, നിങ്ങൾ വിശുദ്ധിയുള്ള ജീവിതമാണ്, നിങ്ങളുടെ കണ്ണും കാതും മനസ്സും ചിന്തകളും തെറ്റിൽ നിന്ന് 100% വഴിമാറി മുഴുവൻ സമയം അള്ളാഹുവിനോടുള്ള ഓർമ്മയിലും ദിക്റിലും ഫിക്റിലുമായി. അതായത് ഉത്തരവാദിത്തം മറന്നുള്ള പോക്കല്ല കേട്ടോ. നിങ്ങളെ കുടുംബം എല്ലാം നോക്കണം എന്നിട്ടാണ് പറയുന്നത്. അല്ല, കന്യാസ്ത്രീകൾ പോകുന്ന പോലെ പോകാനല്ല പറഞ്ഞത്. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ പൂർണ്ണമായി സേവിച്ചുകൊണ്ട്, ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളെ സേവിച്ചുകൊണ്ട്, നിങ്ങളുടെ മാതാപിതാക്കളെ സേവിച്ചുകൊണ്ട്, നിങ്ങളുടെ മക്കളെ സ്നേഹിച്ചു, നിങ്ങളുടെ കുടുംബബന്ധം പുലർത്തിക്കൊണ്ട്, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിലെല്ലാം ഹലാലായ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ അമല് ചെയ്തുകൊണ്ട്, എന്നിട്ട് നിങ്ങൾ ആരാധനകളിൽ പരമാവധി മുഴുകിക്കൊണ്ട് എന്നാൽ നിങ്ങളുടെ ദറജ, നിങ്ങളുടെ പദവി അള്ളാഹു ഉയർത്തുകയും മഹത്വം നൽകുകയും ഇതുപോലെ ഭക്ഷണത്തെ പോലെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുകയും ചെയ്യില്ല. യാതൊരു സംശയം. നമുക്കറിയാത്ത വഴികളിലൂടെ അള്ളാഹു നമ്മളെ സഹായിക്കുമെന്നത് ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഉന്നതനായ നേതാവും അതുപോലെ സയ്യിദും മുസദ്ദിഖുമായിട്ടുള്ള യഹ്യ, സത്യസന്ധനും അതുപോലെ തന്നെ ഉന്നതനായ നേതാവും അതുപോലെ വളരെ ആത്മഹസൂറൻ, ഏറ്റവും നല്ല ആത്മസംയമനം പാലിക്കുന്നവരുമായ നല്ലൊരു പ്രവാചകനെ പറ്റിയുള്ള ഒരു ശുഭവാർത്ത അറിയിക്കുകയാണ്. പിന്നെ പ്രായമായിട്ടുണ്ട് ആർക്ക്? സക്കരിയ നബിക്ക് പ്രായമായ ഒരു സമയമാണ്. ഖാല റബ്ബി അന്നാ യകൂനു ലീ ഗുലാമുൻ വഖദ് ബലഗനിയൽ കിബറു വംറഅതി ആഖിർ ഖാല കദാലിക അല്ലാഹു യഫ്അലു മാ യശാ. സക്കരിയ നബി ചോദിക്കുക, എൻ്റെ റബ്ബേ, എനിക്കെങ്ങനെ ഇനി ഒരു പുത്രനുണ്ടാവും? ഞാനൊരു കിഴവനായല്ലോ, ഞാനൊരു വലിയ പ്രായത്തിയില്ലേ, വയസ്സനായില്ലേ, എൻ്റെ ഭാര്യയാവട്ടെ വന്ധ്യയാണ്, കുട്ടികളുണ്ടാവൂല. അള്ളാഹു അറിയിച്ചു, അതൊക്കെ ശരിയാ. ഖാല കദാലിക അല്ലാഹു യഫ്അലു മാ യശാ. അല്ലാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് നടക്കും. അപ്പോൾ കുട്ടികളില്ലാത്ത സ്ത്രീകളൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കലാമ് വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് തേടിക്കോളൂ. അത്ഭുതങ്ങൾ നടന്ന ചരിത്രമാ ലോകത്തുള്ളത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഏതൊരാണും പുരുഷനും പരസ്പരം ശാരീരിക ബന്ധം പുലർത്തിയാലൊന്നും കുട്ടികളുണ്ടാവുന്ന എത്ര ഡോക്ടർമാരുടെ പിന്നാലെ നടന്ന് വലിയ വലിയ ഫീസ് അടച്ചുകൊണ്ട് ആശുപത്രികൾ വർഷങ്ങളോളം കയറി നടന്നിട്ടും കുട്ടികളുണ്ടാവാത്തവരെ ഒരു കാര്യം മനസ്സിലാക്കണം. കുട്ടികളുടെ ജന്മം അത് അള്ളാഹുവിൻ്റെ തീരുമാന. പ്രപഞ്ച സൃഷ്ടാവ ജനിപ്പിക്കലും മരിപ്പിക്കലും അള്ളാഹിൻ്റെ തീരുമാനം. അത് ഡോക്ടറിന് വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല. ചികിത്സിക്കേണ്ടെന്നല്ല പറയുന്നത്, ചികിത്സിക്കേണ്ടതൊക്കെ ചികിത്സിക്കേണ്ടതുണ്ട്. പക്ഷേ പ്രാർത്ഥന അനിവാര്യമാണ്. പടച്ച റബ്ബ് അത് തരുന്നത്. അത് രോഗം ചികിത്സ അങ്ങനെ തന്നെ കേട്ടോ. ഇപ്പം മരുന്ന് കഴിക്കുമ്പോൾ മരുന്നിലല്ല നമ്മളെ രോഗം മാറ്റുന്നത്. മരുന്ന് കഴിക്കുക വഴി അള്ളാഹുവാണ് ശിഫ നൽകുന്നവൻ എന്ന ബോധത്തോടെ വേണം മരുന്ന് കഴിക്കാൻ. ബിസ്മി ചൊല്ലിയിട്ട് ഖാല റബ്ബി ജഅൽ ലീ ആയ ഖാല ആയതുക അല്ലാ തുകല്ലിമൻ നാസ സലാസത അയ്യാമിൻ ഇല്ലാ റംസ. അതൊരു തമാശയായിട്ട് അന്ന് ചില പിന്നെ മണ്ടൻ ആചാരങ്ങളുണ്ട്, ബ്ലണ്ടർ ആചാരങ്ങൾ അന്നുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിക്കുകയാണെങ്കിൽ അവരുടെ ഒരു ആചാരമാണ്, നാട്ടാചാരമായിരുന്നു അത്. നമ്മൾ 3 ദിവസം ആരോടും മിണ്ടാതെ നിന്നാൽ മതി, അങ്ങനെ. അത് കളിയാക്കാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു, അതായത് ഇത് വിശ്വസിക്കണില്ല, സക്കരിയ നബി വിശ്വസിക്കുന്നില്ല. എനിക്ക് ഇനി കുട്ടികളുണ്ട്, അത്ര പ്രായമായി, മക്കളുണ്ടാവില്ല, ഭാര്യയ്ക്ക് വന്ധ്യയാണ്.
അപ്പം ഇനിയിപ്പോൾ എന്താണ് എന്ന് പറഞ്ഞപ്പം മലക്കുകൾ പറഞ്ഞു 3 ദിവസം മിണ്ടാതിരുന്നാൽ മതിയേ. നിങ്ങൾക്കുള്ള അത് അടയാളം 3 ആംഗ്യ ഭാഷയിലല്ല ജനങ്ങളോട് സംസാരിക്കാതിരുന്നാൽ മതി. അത് കളിയാക്കലുമാണ് ആ ആചാരങ്ങളെ. എന്നാലാവട്ടെ ഇതൊക്കെ നമുക്കത് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. വദ്കുർ റബ്ബക കസീറൻ വസബ്ബിഹ് ബിഅശിയ്യി വല്ലിബ്കാർ. അപ്പോൾ നീ രാവിലെയും വൈകുന്നേരം ധാരാളമായിട്ട് നിസ്കരിക്കുക. നമ്മളെ ഭാഷ പറഞ്ഞാൽ ദിക്റുകളിലും ഫിക്റുകളിലും ആയിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി, നിനക്ക് കുട്ടികളുണ്ടായിക്കോളും. وإذ قالت الملائكة يا مريم إن الله استفاك وطهرك واصطفاك على نساء العالمين. മറിയമിനോട് പറയാ, നിന്നെ തഹറക്കാണ്, നീ വിശുദ്ധയാണ്, നീ ശുദ്ധയാണ്, നീ ഉത്കൃഷ്ടയാ, ഉന്നതമായ സ്ഥാനമുണ്ട് ഈ പ്രപഞ്ചത്തിൽ മറിയമേ. സ്ത്രീവർഗത്തിൻ്റെ അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് വലിയ സ്ഥാനമൊന്നും ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന ആളുകൾ ഈ ആയത്തൊന്ന് കേൾക്കണം. ഇതൊന്ന് കേട്ടാൽ മതി. ഫെമിനിസ്റ്റുകളൊക്കെ അല്ല പറയാ, മറിയം നീ വിശുദ്ധയാ. എനിക്ക് ക്രിസ്ത്യാനികൾ കേട്ടാൽ തന്നെ നല്ല സത്യ ക്രിസ്ത്യാനികളുണ്ട്, യഥാർത്ഥ വിശ്വാസമായിട്ട് നല്ല വിശുദ്ധ ജീവിതം നയിക്കുന്ന മറിയം ബീവിയെ ജീവന തുല്യം മരിയ എന്ന് പറഞ്ഞ് പ്രണയിച്ച് നടക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. അവർക്കൊക്കെ ഈ ആയത്ത് കേട്ടാൽ അവർക്ക് രോമാഞ്ചം ഉണ്ടാവുന്ന ആയത്താണ്. മലക്കുകൾ പറയാ, നിങ്ങളെ ഉയർത്തിയിരിക്കുന്നു, നീ ഉന്നതയാണ്, നീ വിശുദ്ധയാണ്, നീ ലോകത്തെ മുഴുവൻ പെണ്ണുങ്ങൾക്കും മാതൃകയാണ്, ലോകത്തെ മുഴുവൻ പെണ്ണുങ്ങൾക്കും മാതൃകയാണ്. ആലം എന്നല്ല പറഞ്ഞ, ആലമീൻ, പ്രപഞ്ചത്തിലെ മുഴുവൻ സഹോദരിമാർക്കും നീ മാതൃകയെ. അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നു മറിയമേ. യാ മറിയം, എൻ്റെ പ്രിയപ്പെട്ട മറിയമേ, ഖുനുതി ലി റബ്ബിക്കി വസ്ജുദി വർക്കഈ മഅറാക്കിഈൻ. ഇവിടെ ഒരു കാര്യമാണ്, മഅറാക്കി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? പെരേൽ കുത്തിയിരുന്ന് ഒറ്റയ്ക്ക് നിസ്കരിക്കാനല്ല പറഞ്ഞത്. ഇത് ഞാനിങ്ങനെ കളിയാക്കി പറയണത്, നമ്മൾ ഈ പെണ്ണുങ്ങളെ പള്ളിപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ മറിയം ബീവി പെണ്ണ മഅറാക്കിഈൻ, കൂട്ടത്തിൽ പോയി നിസ്കരിക്കാനാ പറഞ്ഞത്, ഒറ്റയ്ക്ക് നിസ്കരിക്കാനല്ല. വർക്കഈ, റുക്കൂഅ് ചെയ്യാൻ, സുജൂദ് ചെയ്യാൻ. അപ്പോൾ റുക്കൂഉം സുജൂദൊക്കെ മറിയം ബീവിക്ക് ഉണ്ടായിരുന്നു. ഈസാ നബിൻ്റെ ഉമ്മാക്കേ, ഈസാ നബിയുടെ ഉമ്മാക്ക് മറിയം ബീവിക്ക് അതുണ്ടായിരുന്നു. വസ്ജുദി, സുജൂദ് ചെയ്യാനും, വർക്കഈ മഅറാക്കീൻ, റുക്കൂ ചെയ്യുന്നവരുടെ കൂടെ പോയി പള്ളിയിൽ പോയിട്ട് റുക്കൂ ചെയ്യണം, നീ നിസ്കരിക്കണം, നീ ഇബാദത്തിലിരിക്കണം. പള്ളിയിൽ 27 ഇരട്ടി കൂലിയാപ്പം. സ്ത്രീ എന്ന പരിമിതി ഉണ്ടായിട്ട് പോലും ആരാധനാനുഷ്ഠാനങ്ങളിൽ പൂർണ്ണമായും റബ്ബിനനുസരിച്ച് കൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ സുജൂദ് പോയി ജമാഅത്തായിട്ട് നിസ്കരിക്കും മറിയമേ. ദാലിക മിൻ അംബാഇൽ ഗൈബി നൂഹീഹി ഇലൈക്, നിന്റെ ശരീരത്തിലേക്ക് ഗൈബിയായ അദൃശ്യജ്ഞാനങ്ങളിൽ നിന്ന് നിനക്ക് ലഭിച്ചതാ. വമാ കുൻത ലദൈഹിം ഇദ് യുൽഖൂന അഖ്ലാമഹും അയ്യുഹും യക്ഫുൽ إذ يلقون أقلامهم أيهم يكفل مريم وما كنت لديهم إذ يختصمون. ഈ ബോധന നൽകുന്ന അഭൗതികത. അപ്പോൾ ഗൈബിയായ വിജ്ഞാനം പ്രവാചകനല്ലായിരുന്നിട്ട് പോലും മലക്കുകൾ വഴിയോ അല്ലാതെയോ ശബ്ദമുഖേനയൊക്കെ മറിയം ബീവിക്ക് കിട്ടിയെന്ന് തന്നെയാണ്. അഭൗതികമായ വിവരങ്ങൾ നിനക്ക് നൽകുകയാണ്. മറിയമിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതെന്ന്, തങ്ങളിലാരാണ് മറിയമിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതെന്ന് നിശ്ചയിക്കാൻ അപ്പോൾ ഇവിടെ പറയുന്നു, വമാ കുൻത ലദൈഹിം ഇദാ യുൽഖൂന അഖ്ലാമഹും അയ്യുഹും യക്ഫുലു മറിയം. മറിയം ബീവിയുടെ സംരക്ഷണം ആരാ ഏറ്റെടുക്കാന്നൊക്കെ അറിയിക്കാൻ അത് അവിടെ ഒരു പരീക്ഷണം പോലെ നടന്നിരുന്നു എന്നത്രേ. അതായത് മറിയം ബീവിയെ വിശുദ്ധയാണ്, മറിയം ബീവിയുടെ മകൻ ജനിച്ച സമയത്തും അതുപോലെ ഈസ ജനിക്കുന്ന സന്ദർഭം അത് തുടർന്ന് പറയുന്നുണ്ട്. ഇത് കാലത്തിൽ മലായികത്തു യാ മറിയമു ഇന്നല്ലാഹ മറിയം, ഇത് കാലത്തിൽ മലായികത്തു യാ മറിയം. ശ്രദ്ധിക്കണേ. അപ്പം പ്രവാചകന്മാരല്ലാത്ത പെണ്ണിനും അള്ളാഹുവിൻ്റെ മലക്ക് വന്നിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാലത്തിൽ മലായികത്തു, മലക്കുകൾ പറഞ്ഞു കൊടുത്തു. അപ്പം മലക്കുകളാണ് പറഞ്ഞത്. അപ്പം എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, പ്രവാചകനല്ലാഞ്ഞിട്ട് പോലും മറിയം എന്ന ഒരു സാധാരണ സ്ത്രീ, മനുഷ്യ സ്ത്രീ,
അവർക്ക് പ്രവാചകനായിരുന്നിട്ടില്ല, എന്നിട്ടും മലക്കുകൾ വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പദവിയിലേക്ക് ഏതൊരു സ്ത്രീക്കും ഉയർന്നു വരാൻ സാധിക്കുമെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? അതായത് ആണാവട്ടെ പെണ്ണാവട്ടെ, നമ്മുടെ ജീവിതം ഈ പള്ളിയിൽ പോയി 5 നേരം നിസ്കരിക്കുക എന്ന കാര്യം മേലെ പറഞ്ഞു, അള്ളാഹ് മറിയമിനോട് പറഞ്ഞു, അല്ലേ? എന്നിട്ട് അങ്ങനെ സുജൂദും മാറാക്കിയതിനായിട്ട് നിങ്ങൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം വഴി നിങ്ങൾക്ക് പദവി ഉയർത്തപ്പെടുകയും മലക്കുകളുടെ വരെ രക്ഷയും സാന്നിധ്യവും നിങ്ങൾക്ക് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ തഫ്സീർ നിങ്ങൾ എവിടെ പോയി പഠിച്ചോളൂ. ഇത് കാലത്തിൽ മലായിക്കത്ത് സംസാരിച്ചു, യാ മറിയം, മറിയമേ, അള്ളാഹു ഒരു കാര്യം തന്നെ യുബശ്ശിറുക്ക് ഒരു സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു. ബികലിമത്തിൻ മിൻഹു ഇസ്മുഹുൽ മസീഹ് ഈസ ഇബ്നു മറിയം, മറിയമേ നിനക്ക് ഈസ എന്ന് പറയുന്ന ഈസ മസീഹിൻ്റെ സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഒരു ജന്മം കൊള്ളാം. വജീഹൻ ഫിദ്ദുനിയാ വൽ ആഖിറതി വമിനൽ മുഖറബീൻ. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സാമീപ്യം ലഭിച്ച വളരെ പുണ്യവാന്മാരിൽപ്പെട്ട ഈ ദുനിയാവിലും പരലോകത്തും വലിയ മഹത്വമുള്ള ഈസാ നബിയുടെ അങ്ങനെ ഒരു വചനമുത്ത് ജനിക്കുന്ന സന്തോഷ വാർത്ത. അപ്പോൾ ഇവിടെ കലിമത്ത് എന്ന പദം, കലീമുല്ലാഹി മൂസ എന്നാണ്. കലിമ എന്നുള്ള പദം അത് പ്രവാചകന്മാരെ വിശേഷിപ്പിക്കാനും അതുപോലെ അള്ളാഹുവിൻ്റെ ദൈവികമായ പരമ്പരയെ സൂചിപ്പിക്കാനും കൂടി ചേർത്ത് പറയുന്നതാണ്. കലിമത്തിൻ മിൻഹു ഇസ്മുഹുൽ മസീഹു ഈസ ഇബ്നു മറിയം, നിനക്ക് ഒരു മോനുണ്ടാവാൻ പോവാണ്. ആ മോന് ലോകങ്ങൾക്ക് ഉന്നതമാണ്, ദുനിയാവിലും പരലോകത്തും ഉന്നത സ്ഥാനീയനായ ഒരു ഈസ ജനിക്കാൻ പോകുന്ന സന്തോഷ വാർത്ത. അപ്പോൾ അവിടെ യഹിയ ഉണ്ട്. യഹിയ നബിയുടെ ജന്മം കൊണ്ട ശേഷമാകണം, അല്ല ജന്മം കൊണ്ടിട്ടില്ല, അവിടെ സക്കരിയ നബി അവിടെ പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ കേട്ടിട്ടില്ലേ അത്? സക്കരിയ നബി മക്കൾക്ക് വേണ്ടി, മകന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ വാർത്ത അവിടെ രണ്ടുപേർക്കും 2 ഗുഡ് ന്യൂസ് ഇങ്ങനെ മലക്കുകൾ കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം ബൈത്തുൽ മഖ്ദിസിൽ നടക്കുന്ന കാര്യമാ. വയുകല്ലിമുന്നാസ ഫിൽ മഹ്ദി വകഹ്ലൻ വമിനസ് സ്വാലിഹീൻ. ഇമാം മഹ്ദി വരും എന്നൊക്കെ പറയുന്നവരെ മഹ്ദി വരെ വരാതെ കിട്ടുക, അത് വേറെ വിഷയം. പക്ഷേ മഹ്ദി വകഹ്ല, അപ്പം മഹ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആ ഈ മുഹിയുദ്ദീൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. മുഹിയുദ്ദീൻ, ദീനിനെ ജീവിപ്പിക്കുക. അപ്പോൾ ആ ദീനിനെ ജീവിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം ഖാലത്തിൽ മലായികതു അന്നല്ലാഹു ബശിറുക ബികലിമത്തിൻ വയുകല്ലിമുന്നാസ ഫിൽ മഹ്ദി വകഹ്ലൻ മിനസ് സ്വാലിഹീൻ. ഇവിടെ പറയുന്നത് ആ ഒരു സന്ദേശത്തെ തൊട്ടിലിൽ വെച്ച്, ചെറിയ നമ്മൾ പറയില്ലേ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തൊട്ടിലിൽ വെച്ച് തന്നെ സംസാരിക്കുകയും വകഹ്ലൻ പ്രായമായ ശേഷവും ജനങ്ങളോട് കലാം സംസാരിക്കുന്ന. അപ്പോൾ ഇവിടെ കലിമത്ത് എന്നുള്ള പദം ഇവിടെ പറഞ്ഞു, കലിമത്തി മിൻഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സംസാരിക്കുന്നവനായിരിക്കും. അപ്പോൾ തൊട്ടിലിൽ വെച്ച് തന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ മറിയം ജനിച്ച സമയത്ത് വലിയ പ്രശ്നം നിലനിന്നു. കാരണം മറിയം പലരും സക്കരിയ നബിയെ വരെ സംശയിക്കുന്ന അവസ്ഥ ഉണ്ടായി. അവൾ പള്ളിയിലൊക്കെ ഇങ്ങനെ സ്ഥിരം വരുന്ന ഇതിനു വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. കാരണം കല്യാണം പോലും കഴിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. പള്ളിയിൽ മുഴുവൻ സമയം ഉണ്ടാവും. അപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി പള്ളിയിൽ വരുന്ന ഇവളുടെ പണി ഇതിനാണോ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ദുഷിച്ച പല വർത്തമാനങ്ങൾ പറഞ്ഞെടുക്കുമ്പോഴാണ് തൊട്ടിലിൽ വെച്ച് ഞാൻ ഈസ ഇബ്നു മറിയം, ഞാൻ മറിയമിൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് തൊട്ടിലിൽ വെച്ച് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സംസാരിച്ചു എന്നാണ്. അതൊക്കെ അത്ഭുതങ്ങളാണ് സംസാരിച്ചത്. قالت رب أنى يكون لي ولد ولم يمسسني بشر. അവൾ ചോദിക്കുകയാണ് അള്ളാഹിനോട്, ആരും മറിയം ചോദിക്കുക, യകൂനു ലീ വലദും വലം യംസസ്നി ബഷർ, ഇന്നൊരാണും തൊട്ടില്ലല്ലോ, ഒരാണിനെ ഞാൻ സ്പർശിക്കുക പോലും, സ്പർശനം പോലും ചെയ്യാതെ, ഒരാണിനെ തൊടുക പോലും ചെയ്യാതെ, തൊടുക എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ വിശുദ്ധയായി ജീവിച്ചവളായിരുന്നു മറിയം. قال كذلك الله يخلق ما يشاء إذا قضى أمرا فإنما يقول له كن فيكون.
എന്നെ തൊട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ മറിയമിനെ ഒന്ന് ഹന്ന അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത്, മറിയം അങ്ങനെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയിട്ട് ഇങ്ങനെ ജീവിച്ചു എന്നാണ്. വിവാഹത്തെ പറ്റിയൊന്ന് ചിന്തിക്കാനുള്ള സമയം പോലും മറിയമിന് ലഭിച്ചില്ല എന്നുള്ള അതിൻ്റെ പിൻബലത്തിൽ ഇന്ന് ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും കന്യക സ്ത്രീകളായിട്ട് പള്ളിയിൽ സേവനങ്ങൾ, അതിന് ആധികാരിക പിൻബലമില്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പെണ്ണുങ്ങളോട് ഉത്തരവാദിത്തങ്ങൾ, പെണ്ണുങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ മക്കളെ പ്രസവിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന അമല് സ്വാലിഹത്ത്, നിങ്ങൾ മക്കളെ പോറ്റി വളർത്തുന്നതും അതാണ്. നമ്മൾ ആണാവട്ടെ പെണ്ണാവട്ടെ അവൻ്റെ ജീവിത ഉത്തരവാദിത്തത്തിൽ നിന്ന് വഴിമാറിയിട്ടുള്ള ഒരു ജീവിതമല്ല ഇസ്ലാമിക കാഴ്ചപ്പാട്. അതന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതും അപ്പോൾ മറിയം ബീവിക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഫലം, ഹന്നത്തിൻ്റെ പ്രാർത്ഥന ഫലമായി അങ്ങനെ സ്വാഭാവികമായി സംഭവിച്ചു പോയതാണ് ചെറുപ്രായത്തിൽ തന്നെ. അപ്പോൾ കുട്ടി ഉണ്ടായി, അള്ളാഹ് അങ്ങനെ കുഞ്ഞിനെ കൊടുത്തു. ഖാല കദാലികില്ലാഹു യഖ്ലുഖു മാ യശാ, അള്ളാഹ് പറഞ്ഞു ഞാൻ ഉദ്ദേശിക്കുന്ന എന്താണോ അത് സൃഷ്ടിക്കും. ഇദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. അപ്പോൾ അത് ഡയറക്റ്റ് സംസാരിച്ചതാണോ അല്ലെങ്കിൽ അള്ളാഹു അതിന് മറുപടി കൊടുത്തോ? അത് ശരി തന്നെ എന്നിവിടെ പറയുന്നുണ്ട്. അള്ളാഹു ആലം, സംസാരിക്കാനും സംസാരിക്കാതിരിക്കാനും സാധ്യത അള്ളാഹു ആലം. മറിയമ്മിന് ഒരു പക്ഷേ സംസാരിക്കുന്നില്ല, എന്താ തെറ്റ്? പ്രവാചകന്മാർ മൂസാ നബി അതിനു മുമ്പ് സംസാരിച്ചില്ലേ? അതുകൊണ്ട് തന്നെ അള്ളാഹുവോട് സംസാരിച്ചതാവാം. ചിലപ്പോൾ അള്ളാഹു പിന്നീട് ഈ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ മറുപടി പറയാമെന്നാവാം. അള്ളാഹു ആലം. ഇദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു കുൻ ഫയകൂൻ. കുൻ ഫയകൂൻ, ഉണ്ടാവുക എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ, അതുണ്ടാവുകയായി. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വത്തൗറാത വൽ ഇൻജീൽ. തൗറാത്തും ഇൻജീലും പഠിപ്പിക്കും അള്ളാഹു. വേദഗ്രന്ഥങ്ങളായ തൗറാത്തും പിന്നെ ഇൻജീലും പഠിപ്പിക്കും. അപ്പോൾ തൗറാത്ത് അവിടെ നിലവിലുണ്ട്, ഇൻജീൽ വന്നിട്ടില്ല, ഈസാ നബിക്ക് പറയുന്നത്. അത് പിന്നെ ഈസാ നബിയെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ചരിത്രപരമായ സത്യങ്ങൾ, ഈസാ അലൈഹി സ്വലാമിൻ്റെ ജനനമെന്ന അത്ഭുതം, മറിയം ബീവിയുടെ പള്ളിയിലെ ജീവിതം, മറിയം ബീവിയുടെ മാത്രമല്ല ആ നാട്ടുകാരുടെ മുഴുവനും പള്ളിയിലെ ജീവിതം, അവരുടെ അരാമിക് ഭാഷ, ഹീബ്രു ഭാഷ, അവരുടെ ഇതൊക്കെ നമ്മൾ ഇനിയും ഇതൊക്കെ നമ്മുടെ പരിമിതമായ അറിവാണ്. ഇനി നമ്മളിപ്പോൾ പിന്നെ ചരിത്രത്തിലേക്ക് പോകണം. ഇവരൊക്കെ മുസ്ലിങ്ങളായി ജീവിച്ചവരാണ്, പക്ഷേ മുസ്ലിം എന്നുള്ള പേര് പോലും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അറബി അല്ല അവർ സംസാരിച്ചത്. അവരൊക്കെ അള്ളാഹുവിൻ്റെ ഏറ്റവും, ഞാൻ മലയാളത്തിൽ പറയാൻ, ഏറ്റവും നല്ല ദാസന്മാരും ദാസികളുമായി നല്ല ആബിദീങ്ങളായിട്ട് അവരൊക്കെ ജീവിച്ച് മരണപ്പെട്ടു പോയി, പുണ്യവാന്മാർ. അവർ ആ പരമ്പര സക്കരിയ നബിയും യഹിയാ നബിയും ഈസാ നബിയും ഒരേ കാലഘട്ടത്തിലാണ്. അത് ഫലസ്തീനിൽ ആ മണ്ണിന് വേണ്ടിയാണ് അപ്പോൾ അവിടെ അടിപിടി കൂടുന്നത്. അവർക്ക് എല്ലാവർക്കും അവകാശമുള്ള മണ്ണ്. അവിടെ സമാധാനത്തോടെ അംബിയാ മുർസലുകളുടെ പുണ്യപ്രവാചകന്മാരുടെ പാദസ്പർശനം, 16ഓളം പ്രവാചകന്മാരുടെ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പോയിട്ടുണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ ഇസ്രാ മിറാജ് യാത്രയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രയിലൊക്കെ അവരൊക്കെ, അപ്പോൾ അത്രയും പുണ്യമേൽ ലോകത്തിൻ്റെ ഏറ്റവും പുണ്യവൽക്കരിക്കപ്പെട്ട പുണ്യമായിരുന്ന ഭൂമിയാണല്ലോ ഇന്ന് ചെകുത്താൻ രക്തപ്പുഴയാക്കി രക്തം കൊണ്ട് താണ്ഡവമാടുന്ന അള്ളാഹുവെ, ആ മണ്ണിനെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണേ അല്ലാ. അള്ളാഹുവെ അവിടെ അറബികൾക്ക് വേണമെന്നല്ല, യഹൂദന്മാർക്ക് വേണമെന്നല്ല, അള്ളാഹു അവിടെ സമാധാനമുള്ള മണ്ണാക്കി നാടാക്കി മാറ്റണേ അല്ലാ. കാരണം മതേതരത്വം എന്ന് പറയുന്നത്, ഇസ്ലാം ഒരിക്കലും ഒരു മതത്തിൻ്റെ സ്ഥാപനം എന്നിട്ട് അവിടെ ബാക്കിയുള്ള മതങ്ങളൊന്നും പാടില്ല എന്നുള്ള ഒരു മതരാഷ്ട്രവാദം ഇസ്ലാമിലില്ല. മതങ്ങളെല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ എല്ലാവരും, കാരണം ദുനിയാവിൽ കാഫിറുകൾക്ക് അള്ളാഹ് മഴ വർഷിപ്പിച്ചു കൊടുക്കുന്നില്ലേ? ഭൂമി അള്ളാഹു എല്ലാവർക്കും കൊടുത്തതാണ്. അത് കുഫ്ർ ചെയ്യുന്നവരും ശിർക്ക് ചെയ്യുന്നവരും എല്ലാവരും ജീവിച്ചോട്ടെ. പരലോകത്ത് അള്ളാഹ് വേറെ ശിക്ഷ കൊടുക്കും, അത് വേറെ കാര്യമാണ്. എന്ന് ദുനിയാവിൽ ആരും പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ മുസ്ലിം രാജ്യത്തും ഈ അമുസ്ലിങ്ങൾക്ക് സുന്ദരമായി ജീവിക്കാൻ. അപ്പോൾ ദുബായ് എന്താ മുസ്ലിം രാജ്യമല്ലേ? ദുബായിൽ എത്ര ആളുകൾ വന്ന് 200ഓളം രാജ്യത്തെ ജനങ്ങൾ അവിടെ സുഖമായിട്ട് അവർ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് ഇഷ്ടം പോലെ ജീവിക്കണം. അവിടെ ആരെങ്കിലും എന്തെങ്കിലും തടയുന്നുണ്ടോ? ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു മതേതരത്വ ജനാധിപത്യ രാജ്യമാണ് ഇസ്ലാമിക രാഷ്ട്രം. അതൊക്കെ നമ്മൾ ചരിത്രം വിവരവും ഖുർആൻ അടിസ്ഥാനമാക്കി മനസ്സിലാക്കി പഠിക്കുമ്പോൾ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീനയിൽ സൃഷ്ടിച്ച രാജ്യത്തെ പറ്റി പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുക. പലതും വിവരക്കേടാണ് പ്രിയമുള്ളവർ. വിവരമില്ലാതെ ആളുകൾ അതും ഇങ്ങനെ പറഞ്ഞിട്ട് ഇസ്ലാമിന് ചീത്തപ്പേരുണ്ടാകുക, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ വളർച്ചയെ തടയിടുന്നൊക്കെ മുസ്ലിങ്ങളായ പലരും തന്നെയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. അള്ളാഹു എല്ലാ മുസീബത്തുനിന്നും സമുദായത്തിൽ
രാജ്യത്തെയും ലോകത്തെയും കാക്കണേ അല്ലാ. അള്ളാഹുവേ സർവശക്തനായ റബ്ബേ, പരിശുദ്ധ മണ്ണിനെ നീ കാക്കണേ അല്ലാ. ഫലസ്തീനിൽ എത്രയും പെട്ടെന്ന് അള്ളാഹുവെ സമാധാനം കൊണ്ടുവരണേ അല്ലാ. പട്ടിണി കിടന്ന് മരിക്കുന്നത് കാണാൻ വയ്യ അല്ലാ. ഇതുവരെ യുദ്ധക്കൊതിയന്മാരായ നാട്ടിൽ എത്ര ആളുകളെയാ കൊന്നൊടുക്കുന്ന അള്ളാഹു. എത്ര പിഞ്ചോമന മക്കളാ മരിച്ചു വീഴുന്ന അള്ളാഹുവെ. സ്ത്രീകളും കുട്ടികളും പ്രയാസപ്പെടുന്നു നീ കാണുന്നില്ല. ഇനി പരീക്ഷിക്കല്ലേ അല്ലാ. നീ എന്താണ് ഹിക്മത്ത് അതിൽ കണ്ടിട്ടുള്ളതെന്ന് അറിയില്ല. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാ റബ്ബേ. എത്രയാ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവെ. ആ മണ്ണിൽ ഇനിയും ഇത് നീട്ടിക്കൊണ്ടു പോകല്ലേ അല്ലാ. അക്രമികളെ നീ ശിക്ഷിക്കണേ അല്ല. അക്രമം കാണിക്കുന്നത് സമുദായത്തിൻ്റെ അകത്തുള്ളവരായാലും പുറത്തുള്ളവരായാലും അക്രമികളെ കൈക്ക് പിടിക്കണേ അല്ല. അവരെ പരമാവധി ശിക്ഷ കൊടുക്കണേ. അവരെ ദുനിയാവിൽ വെച്ചിട്ട് തന്നെ അങ്ങ് നശിപ്പിച്ചേക്കല്ല. എന്തിനാ? ഒന്നെങ്കിൽ അവരെ ഹിദായത്തിലാക്കണം, അല്ലെങ്കിൽ അങ്ങ് നശിപ്പിച്ചേക്ക്. എന്തിനാ അള്ളാഹുവെ ഇങ്ങനെ പരീക്ഷിക്കുന്ന അള്ളാഹുവെ? പരീക്ഷണങ്ങളെല്ലാം പൂർണ്ണമായും അതിജയിക്കാൻ അവിടെയുള്ള വിശ്വാസികൾക്ക് നീ ഈമാൻ കൊടുക്കണേ അല്ലാ. അവിടെയുള്ള പരീക്ഷിക്കപ്പെടുന്ന മുസ്ലിം സഹോദരന്മാർക്ക് പ്രത്യേകിച്ച് അള്ളാഹുവെ അവർക്ക് രക്തസാക്ഷിത്വത്തിൻ്റെ പ്രതിഫലം നൽകണേ അല്ലാ. യഥാർത്ഥ ഇൽമ് നേടാൻ അള്ളാഹുവെ ഞങ്ങൾക്കും ജീവിതത്തിൽ അതിനുള്ള മനസ്സും സമയവും അള്ളാഹുവെ നീ വിധിയേകണേ അല്ലാ. യഥാർത്ഥത്തിലുള്ള അറിവ്, സത്യത്തിൻ്റെ അറിവ്, ശരിയായ അറിവ് നൽകാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഖുർആനിൽ ഞങ്ങളെ ഗഹനമായ പാണ്ഡിത്യമുള്ളവരാക്കണേ അല്ലാ. ഖുർആൻ്റെ അറിവിൽ ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. നിൻ്റെ ഈ വിശുദ്ധ ദീനാകുന്ന ഇസ്ലാമിൽ സത്യത്തോടെ നേരാഴ വഴിയിൽ അതിനെ മനസ്സിലാക്കാനും അങ്ങനെ ജീവിക്കാനും തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ ഇൽമിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ദുആകൾ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവേ വിശുദ്ധയായ മറിയമിൻ്റെ, സക്കരിയയുടെ, യഹ്യയുടെ, ഈസാ നബിയുടെ, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ, ആലു ഇബ്രാഹിമിൻ്റെ, മൂസ, ഈസ, നൂഹ് അലൈഹിസ്സലാമിൻ്റെ, ആദം പ്രംബിയ മുർസലുകളുടെ പരമ്പര അവസാനിക്കുന്ന ഞങ്ങളുടെ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, അബൂബക്കറിൻ്റെ, ഉമറിൻ്റെ, ഉസ്മാൻ്റെ, അലിയുടെ, ഹശറത്ത് മുബശ്ശിരീങ്ങളായിട്ടുള്ള സഹാബെ കിറാമിൻ്റെ, താബീകളുടെ, ലോകത്തിന്നേ വരെ ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരുപാട് പുണ്യാത്മാക്കൾ, ലുക്കുമാൻ, അതുപോലെ പേരെടുത്ത് പറഞ്ഞ ഒരുപാട് പ്രവാചകന്മാരും അതല്ലാത്തവരുമായ പുണ്യാത്മാക്കളുടെ ആ ഉന്നതമായ സ്വർഗമില്ലേ, സാബിഖൂൻ എന്ന് പറയുന്ന സ്വർഗമില്ലേ അല്ലാ. ആസ്വദിച്ചാൽ ആസ്വാദനങ്ങൾ അവസാനിക്കാത്ത സ്വർഗമില്ലേ അല്ലാഹുവേ. ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ എന്ന് പറയുന്ന താഴ്വരകളിൽ താഴ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ സുഖങ്ങളില്ലേ റബ്ബേ. അല്ലാഹുവേ ആ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ ആ പ്രവാചകന്മാരെയൊക്കെ കണ്ട് അവരുടെ കൂടെ ജീവിക്കാൻ അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ റബ്ബേ. ഞങ്ങൾക്കതിന് യോഗ്യത എത്ര ഉണ്ടെന്നറിയില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങളല്ലാ പുറത്തു താ അല്ലാ. ഹറാമിൽ ഞങ്ങൾ എത്തിക്കല്ലേ അല്ലാ. കഴിഞ്ഞു പോയ തെറ്റുകൾ പുറത്തു തരണേ അല്ലാ. ജീവിതം ശുദ്ധിയുള്ളതാക്കണേ അല്ലാ. അല്ലാഹുവേ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. പാപങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകല്ലേ അല്ലാ. കണ്ണിനെ സൂക്ഷിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. തെറ്റായ കാഴ്ചകളെ കാണിക്കല്ലേ അല്ലാ. തെറ്റായ ചിന്തകൾ മനസ്സിൽ വരുത്തല്ലേ അല്ലാ. ഒരാളെയും ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, നാവിനെ സൂക്ഷിക്കാൻ, നാവ് കൊണ്ട് എല്ലാം നിൻ്റെ ദിക്റിലും ഫിക്റിലുമാക്കി തീർക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. വിശുദ്ധയായ മറിയമിനെ പോലെ, വിശുദ്ധയായ സക്കരിയയെ പോലെ അംബിയ മുർസലുകളുടെ പരമ്പരയിൽ ഞങ്ങളെയും നീ കണ്ണി ചേർക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയും കണ്ണി ചേർക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തെയും നീ റഹ്മത്തിലും ബർക്കത്തിലുമാക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ ഹിദായത്തിലാക്കണേ അല്ലാ. ഞങ്ങളുടെ നാടിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ വിശുദ്ധ ഖുർആൻ ഇതുപോലെ ശരിയായ രീതിയിൽ തെറ്റില്ലാതെ ഏറ്റവും നല്ല അറിവോടുകൂടെ പറയാനും ഇത് പൂർത്തിയാക്കാനും നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ എന്തെങ്കിലും അബദ്ധങ്ങൾ, ഇത്രയും എപ്പിസോഡുകൾ ഒരുപാട് വീഡിയോ ചെയ്തു അല്ലാ. നിന്റെ കലാമാ റബ്ബേ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. പലപ്പോഴും ഞാൻ തന്നെ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട് റബ്ബേ. നിന്റെ കലാം ഇങ്ങനെ പറയുമ്പോൾ എന്തോ ഒരു സന്തോഷമാ മനസ്സിൽ വരുന്നത്, എന്തോ ഒരു സംതൃപ്തിയാ റബ്ബേ. ഇത് നിന്റെ കലാമാ റബ്ബേ. ഇത് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാ. സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഇത് വന്ന് കേൾക്കുന്ന സഹോദരന്മാര്, സഹോദരിമാര്, അല്ലാഹുവേ അവരെ നീ വഴികേടിലാക്കല്ലേ അല്ലാ. അവരെ നിന്റെ വഴിയിലാക്കണേ അല്ലാ.
അല്ലാ. നിൻ്റെ ഈമാനുള്ള യഥാർത്ഥ ആബിദീങ്ങളിൽ അവരെ ഉൾപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങൾക്കൊക്കെ ഈ ശബ്ദം കേൾക്കുന്നവരും നിൻ്റെ ഖുർആൻ പഠിക്കുന്നവരും ഈ അഹ്ലുകാരായ ഞങ്ങളെ ഖുർആൻ്റെ അഹ്ലുകാരാക്കി നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ ഒരുമിച്ച് കണ്ടുമുട്ടാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങൾക്കൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ച് ഞങ്ങളുടെ ഹബീബിൻ്റെ ചാരത്ത് ചെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോയിട്ട് കണ്ട് സ്വർഗത്തിൽ വെച്ച് കൈപിടിക്കാനും അവിടത്തോട് ചേർന്ന് നിൽക്കാനും ഈ ഒരു വിശുദ്ധ ഖുർആൻ ഞങ്ങളന്ന് നബിയെ അങ്ങ് കൊച്ചു കേരളത്തിൽ മലയാളം ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങളിങ്ങനെ പറയാറുണ്ടായിരുന്നെന്ന ആത്മനിർവൃതിയോടെ അവിടുന്ന് സംസാരിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാ. ഇതൊക്കെ ഒരു ഓർമ്മയായി അന്ന് അവിടെ നബിയോട് പോയിട്ട് പറയാൻ അള്ളാഹുവേ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ മലയാളത്തിൽ കേൾക്കാനുള്ള വലിയ ഭാഗ്യമുണ്ടായത് അതും വലിയൊരു സന്തോഷമാക്കി വെക്കാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا أجرنا من النار. اللهم ربنا اغفر لنا ذنوبنا يا رب العالمين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا تقبل منا يا رب العالمين. وآخر دعوانا أن الحمد لله رب العالمين. ഒരു അനുബന്ധം കൂടെ പറയാണ്. എൻ്റെ ഏതെങ്കിലും സംസാരത്തിലോ ഏതെങ്കിലും വാചക മനുഷ്യനാണല്ലോ, എന്തെങ്കിലും തഫ്സീറിലൊക്കെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ പറയണം. അറിവുള്ള ഒരുപാട് ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്. അറിവുള്ള എന്ന് പറഞ്ഞാൽ സാധാരണഗതി തഫ്സീറൊക്കെ പഠിച്ച് തഫ്സീറൊക്കെ എഴുതിയ ആളുകളൊക്കെ പലരും ഇത് കേൾക്കുന്നുണ്ട്. അതെനിക്കറിയാം. അവർ പല കാര്യങ്ങളും എന്നോട് പറയുന്നുണ്ട്. അത് കമൻസിലായാലും കോൾ ചെയ്തിട്ടാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഒക്കെ നിങ്ങൾ അറിയിക്കണം. തിരുത്താനുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട തന്നെയാണ്. അള്ളാൻ്റെ കലാമാണ്. നമ്മുടെ വിവരക്കേട് കൊണ്ടത് തെറ്റായി പോകാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാവരും ദുആ ചെയ്യണം അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.